നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആരിഫിൻ്റെ കോളിങ്ങും ദിവ്യയുടെ ജിഹാദും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതിൽ ആരിഫ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പ്രമുഖ എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ തെരുവത്താണ്. ദിവ്യ എന്നിവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യറാണ്. അപ്പോൾ ഈ രണ്ട് കൂടെ എന്തുകൊണ്ട് ഒന്നിച്ചെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയക്കുറവുകൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ദിവസം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയക്കുറവുകളുണ്ട്. നിരീശ്വരവാദികൾക്കും അതുപോലെ തന്നെ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥർക്കും ഒരുമിച്ച് അങ്ങ് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. ആരിഫ് ഹുസൈൻ തെരുവത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ പ്രോഗ്രാമിൽ നേരത്തെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരാൾ തന്നെയാണ്. കാര്യം നമുക്ക് പേഴ്സണലായിട്ട് വലിയ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ല എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ കേവലം നമ്മുടെ സൗഹൃദങ്ങൾക്കപ്പുറമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തോടുള്ള റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായ സൗഹൃദത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിന് ഞാനിങ്ങനൊരു മറുപടി കൊടുക്കേണ്ടി വന്നത് എന്നുള്ളത് കഴിഞ്ഞ ഇടയ്ക്ക് കൃത്യമായിട്ട് ദിവസം എനിക്ക് ഓർമ്മയില്ല. ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ കോയ കോളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമിൽ ഒരു എക്സ് മുസ്ലിമായ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ചെല്ലുകയുണ്ടായി. ആ സഹോദരനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ആരിഫ് ഹുസൈൻ ക്രിസ്ത്യാനിറ്റിയെ ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ മൗലികമായ സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് നമുക്ക് മറുത്തൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ പറഞ്ഞതിനൊരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കാൻ ആ സമയത്ത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കാമോ സഹോദര എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മറുപടി ഞാൻ കൊടുക്കുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് പണ്ടേ എനിക്കറിയാം അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല, ഇസ്ലാമിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. എന്നാലും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ക്രിസ്ത്യാനിറ്റിയെ, ഇപ്പോൾ പണ്ട് കോയമാർ പറയുന്ന പോലെ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്ന് പറയുന്ന ഒരു ലൈനല്ല. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി. ഞാനായിട്ട് തന്നെ അതിനെ പൊലിപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആരിഫ് ഹുസൈനിലേക്ക് തന്നെ കിടക്കാം. പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് ക്ലബ് ഹൗസിലേക്ക് വോയിസ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ക്രിസ്തു മതമാണ് നല്ലതെന്ന്. മതം നല്ലതാണ്. ഞാൻ ക്രിസ്തു എന്ന പദത്തിനും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ക്രിസ്തുവിലേക്ക് ചെന്നെത്തുന്നത് ക്രിസ്തുവിലേക്കാണോ? യഹൂദന്മാരെ കാത്തിട്ട് തന്നെ ക്രിസ്തുവിനെയാണ്. അവർക്കൊരു രക്ഷകൻ വരും, ഇസ്രായേലിനെ രക്ഷിക്കും. ഇന്നും യഹൂദന്മാരിൽ അതന്നെയല്ലേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, മുസ്ലിങ്ങൾ അങ്ങനെ അവർക്കൊരു രക്ഷകൻ വരും, യഹൂദന്മാർക്കൊരു രാജാവ് ഉണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിലും വരും എന്നുള്ളൊരു വിശ്വാസം, ഒരു നബി എന്ന രീതിയിലും അതെ വരും. എന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷിക്കുന്നാണല്ലോ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ കൊന്ന് പിടിച്ചുകൂടും. ബൈബിളിന് കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണല്ലേ. അങ്ങനെ ഒന്നും കൂടെ അബദ്ധങ്ങളാണ്. നിങ്ങളത് മാത്രം കോപ്പി അടിച്ചല്ല, എല്ലാം വളരെ അല്ല, നിങ്ങളതൊക്കെ കറക്റ്റ് ആണ്. ബൈബിൾ കോപ്പി ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അല്ല, ബൈബിൾ യേശുക്രിസ്തു കണ്ടിട്ടില്ലല്ലോ. ബൈബിള് അത് യേശുക്രിസ്തുവിന് ശേഷം ഉണ്ടാക്കിയതല്ലേ. നിങ്ങളേതാ പുതിയ നിയമമാണ് പഴയ നിയമമാണ് പറയുന്നത്? ബൈബിള് യേശുവാണെന്നാണ് പറയുന്നത്. ബൈബിൾ അതെ, അത് യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? ബൈബിൾ യേശുവാകുമ്പോ പിന്നെ യേശുവിനെ അല്ല, അങ്ങനെ ഒരു സാധനം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഈ പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? പുതിയ നിയമം നിങ്ങൾ ഏത് നിയമം എടുക്കുന്നത്? പുതിയതും പഴയതും എടുക്കുന്നുണ്ട്. അതെ, അപ്പൊ അതില് ഈ പഴയത് ഓക്കെ, നിങ്ങൾ പറഞ്ഞത് സമ്മതിക്കും, യേശുക്രിസ്തു ഉള്ളപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ആരിഫ് സഹോദര, ഈ എന്താ പറയുക, ഈ അറിയാത്ത പണിക്ക് നിൽക്കണം. പഴയ നിയമം യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പൊന്നു സഹോദര, യേശുക്രിസ്തു എന്ന് പറയുന്ന BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം പോലും പഴയ നിയമത്തിലില്ല. കാര്യം പഴയ നിയമത്തിൻ്റെ തുടക്കം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ആരംഭം മുതൽ മോശ എഴുതി വെച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് പഴയ നിയമത്തിൻ്റെ തുടക്കം. പഴയ നിയമത്തിൻ്റെ അവസാനം മലാഖി പ്രവാചകനാണ്. മലാഖി പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് 400-ലധികം വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനവും അതോടുകൂടെ കഴിഞ്ഞു.
അതിനുശേഷം മലാക്കി പ്രവചന പുസ്തകം എഴുതിയതിനു ശേഷം മലാക്കി പ്രവാചകൻ പ്രായമെത്തി മരിച്ചതിന് ശേഷം 400-ലധികം വർഷത്തിന് ശേഷമാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. ആ യേശുക്രിസ്തു ജനിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ യേശുക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചോദ്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ്, ബൈബിൾ എന്താണ് എന്ന് അടിസ്ഥാനപരമായി യാതൊരു വെളിവും ഇദ്ദേഹത്തിനില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം ലോജിക്കലി തന്നെ എടുക്കാം. പുതിയ നിയമം യേശു ക്രിസ്തു കണ്ടിട്ടുണ്ടോ? ഇത് ഈ നിരീശ്വരവാദികൾക്ക് കുറച്ച് യുക്തിയുടെ കുറവുള്ളതുകൊണ്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം. ഇത് നിങ്ങളിപ്പോൾ കാണുന്ന ന്യൂസ് ലിങ്ക് എന്ന് പറയുന്നത് മലയാളം ന്യൂസ് ചാനലിൽ വന്ന, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്തയാണ്. അതിനകത്ത് അടൽ ബിഹാരി വാജ്പേയി അന്തരിച്ചു. ഇത് 2017 എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് 2017 ന്യൂസാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അടൽ ബിഹാരി വാജ്പേയി അന്തരിച്ചു. അടൽ ബിഹാരി വാജ്പേയി അന്തരിച്ചു എന്ന് പറയുന്ന ഈ വാർത്ത അടൽ ബിഹാരി വാജ്പേയി കണ്ടിട്ടുണ്ടോ? അദ്ദേഹം മരിച്ചതിന് ശേഷമാണല്ലോ ഈ പത്രം പുറത്തിറങ്ങുന്നത്. അപ്പൊ അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വാർത്ത സത്യമല്ലേ? അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ വാർത്ത എഴുതിയത്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നല്ല ഒന്നാന്തരം ജേർണലിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ വാർത്ത എഴുതിയത്. ആരിഫ് ഹുസൈന്റെ ലോജിക്ക് അനുസരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഈ അപ്പോസ്തലന്മാര് ആ എഴുതിയ ജീവചരിത്രം യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, അത് വിശ്വസിക്കാനും പറ്റില്ല. അതിന്റെ കാരണം യേശുക്രിസ്തു അത് കണ്ടിട്ടില്ല. പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ല. ശരിയാണ്, യേശുക്രിസ്തു മരിച്ചതിന് ശേഷമാണ് പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടെന്ന് ഒരു ക്രിസ്ത്യാനിയും ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല, വിശ്വസിക്കുന്നുമില്ല. കാര്യം എന്തുകൊണ്ടാ? യേശുക്രിസ്തു BC AD 30 മരിക്കുന്ന ഒരാളാണ്. പുതിയ നിയമം എഴുതപ്പെടുന്നത് AD 40 ശേഷമാണ്. പുതിയ നിയമത്തിന്റെ അവസാന ഗ്രന്ഥം എഴുതപ്പെടുന്നത് AD 90 ഇതൊക്കെ യേശുക്രിസ്തു മരിച്ചതിന് ശേഷമാണെന്ന് കൃത്യമായ ചരിത്ര തെളിവോടുകൂടെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലോജിക്ക് അനുസരിച്ചിട്ട് യേശുക്രിസ്തു മരിച്ച ശേഷം എഴുതിയ പുസ്തകം യേശുക്രിസ്തു കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് കള്ളത്തരമാണ്, അത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാജ്പേയി മരിച്ചതിന് ശേഷം വാജ്പേയി മരിച്ചു എന്നുള്ള ന്യൂസ് വാജ്പേയി കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ വാജ്പേയി മരിച്ചു എന്നുള്ളത് തെറ്റാണ്, വാജ്പേയി മരിച്ചിട്ടില്ല, ഇന്നും പ്രധാനമന്ത്രിയായിട്ട് അങ്ങിരിക്കണം എന്നാണോ വിചാരം? സത്യം പറയാമല്ലോ, ഈ എക്സ് മുസ്ലിംസ് പലരും എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളാകുന്നത് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പം മാറി. ഇവർ മദ്രസ പൊട്ടന്മാർ എന്ന് ഇദ്ദേഹം തന്നെ പലപ്പോഴും മുസ്ലിങ്ങൾ വിളിക്കാറുണ്ട്, മദ്രസ പൊട്ടന്മാരെന്ന്. അതിലെ മദ്രസ മാത്രമേ ഇവർക്ക് മാറിയിട്ടുള്ളൂ, ഇപ്പോഴും പൊട്ടന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് നിരീശ്വരവാദികളായിട്ട് തുടരുന്നത്. മദ്രസ പൊട്ടന്മാരായിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്നും മുസ്ലിമായിട്ട് നിന്നേനെ. അതിലെ മദ്രസ മാത്രം മാറിക്കഴിഞ്ഞാൽ ഇവർ നിരീശ്വരവാദികളാവും. പൊട്ടന്മാരും കൂടെ മാറണം നല്ലതായിട്ടൊരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ. മനസ്സിലായോ? അതായത് ചിന്തിക്കാനുള്ള ശേഷി കുറച്ചെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഒരാൾക്കൊരു ക്രിസ്ത്യാനിയാകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ആ ചിന്താശേഷി ഒന്നുകിൽ മദ്രസയെ പണയം വെച്ചിട്ടിരുന്നാൽ നിങ്ങൾ കോയയായിട്ട് ജീവിക്കും. ആ ചിന്താശേഷി നിരീശ്വരവാദത്തിൽ കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിരീശ്വരവാദിയായിട്ട് ജീവിക്കും. അല്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നല്ലൊരു നോബൽ പ്രൈസ് പോലും നിരീശ്വരവാദികൾക്ക് ഇന്നും കിട്ടാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ലോജിക്ക് യേശുക്രിസ്തു കാണാത്തത് കൊണ്ട്, പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ല, അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യവും അതിനകത്തില്ല എന്ന് പറയുന്നതൊക്കെ എന്ത് തരം ലോജിക്കാണ് എൻ്റെ ആരിഫ് ഹുസൈൻ സാറേ? ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ആർഗ്യുമെന്റിലേക്ക് നമ്മൾ കിടക്കാണ്. ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, പിന്നെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള കാര്യം യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള സാധനങ്ങൾ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് പുതിയ ന്യൂ ടെസ്റ്റ്മെന്റ്? അതായത് പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, പഴയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ്. എന്തോന്നാ ഇത്? എൻ്റെ പൊന്ന ആരിഫ് സാറേ, അറ്റ്ലീസ്റ്റ് ഒരു മദ്രസ പൊട്ടണ നിലവാരമെങ്കിലും ഒക്കെ വെച്ചിട്ട് വേണം ക്രിസ്ത്യാനിറ്റി വിമർശിക്കാൻ. ആ MM അക്ബറൊക്കെ പറയണ അത്രയുമെങ്കിലും ഒക്കെ ഒരു അറിവ് ഉണ്ടായിട്ട് പോരെ ക്രിസ്ത്യാനിറ്റിയുടെ നെഞ്ചത്ത് കയറാൻ? ഈ അറിയാത്ത പണിക്ക് എന്തിനായി പോകുന്നത്? പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രവും അപ്പോസ്തലന്മാരുടെ ജീവചരിത്രങ്ങളും അവരുടെ ലേഖനങ്ങളും അവസാനത്തെ വെളിപ്പാട് പുസ്തകം, അതായത് യോഹന്നാൻ ഉണ്ടായ ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട്, ഒരു പ്രവചനാത്മകമായ ഒരു ഗ്രന്ഥത്തോടുകൂടി അവസാനിക്കുന്ന ഒരു പുസ്തക സമാഹാരമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അതിനകത്തെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയ സുവിശേഷങ്ങൾ.
അപ്പൊ അതിനകത്താണ് യേശുക്രിസ്തുവിന്റെ ജീവകാലഘട്ടത്തിൽ നടന്ന ചരിത്രവും യേശുക്രിസ്തുവിന്റെ സംസാരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പഴയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തു യേശുക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷം മുന്നേ പൂർത്തിയാക്കപ്പെട്ട പുസ്തകമാണ്. അതിനകത്ത് യേശുക്രിസ്തു മനുഷ്യൻ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പോലും അതിനകത്ത് വരില്ല. കാര്യം യേശുക്രിസ്തു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അവസാനത്തെ എഴുത്തുകാരൻ പോലും 400 വർഷത്തിനു മുന്നേ മരിച്ചുപോയ ആ ഒരു പുസ്തക സമാഹാരത്തെയാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ഡിഫറൻസ് പോലും അറിയാതെ, എന്താണ് പഴയ നിയമമെന്നും എന്താണ് പുതിയ നിയമമെന്നും അറിയാതെ ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് പറയണമെങ്കിൽ ചില്ലറ റേഞ്ചൊന്നും പറ്റില്ല. മിനിമം ഇപ്പം മദ്രസ പൊട്ടൻ എന്നുള്ള പേര് പോലെ നമ്മളൊരു പുതിയ പേര് കോയിൻ ചെയ്യേണ്ട അവസ്ഥയാണ്. മിനിമം ഒരു നിരീശ്വര പൊട്ടൻ എങ്കിലും ആവേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യം കയറിയിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇദ്ദേഹം ഇത്രയും വെളിവില്ലാതെയാണോ ഒരാളെ വിമർശിക്കുന്നത്? ഒരു പാവപ്പെട്ടവൻ ഇദ്ദേഹത്തിന്റെ ഇതിലേക്ക് വിളിക്കുമ്പോൾ, ഇപ്പം ഞങ്ങൾ ഈ പരിപാടി ആദ്യം തുടങ്ങിയത് ഞാനാ. മീൻസ് ഈ ഡയറക്റ്റ് വിളിച്ച് ലൈവ് ഡിബേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്താദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനെന്നല്ല, എന്നാലും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം തുടക്കകാലത്ത് കൊണ്ടുവന്ന ഞാനാണ്. അന്ന് ആരിഫ് ഹുസൈൻ ബ്രദറൊക്കെ ഇതൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കോയ കോളിംഗ് ഒക്കെ തുടങ്ങി റീസെൻ്റ് ആയിട്ടാണ് ഈ പരിപാടി ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ കൊണ്ടുവന്നത് ഞാനാണ്. തുടക്കത്തിൽ ലൈവായിട്ടൊരു ഡിബേറ്റ് കൊണ്ടുവന്നത്. അതിനകത്ത് 100 കണക്കിന് കോയകൾ വന്ന് പെട്ടിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞ റേഷൻ കട അരി വാങ്ങിക്കാൻ ക്യൂ നിൽക്കണ പോലെ ഇവന്മാർ പോയി സെബാസിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് എന്നിട്ട് കിട്ടിയും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ വരെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനകത്ത് ഇഷ്ടംപോലെ മദ്രസപ്പെട്ടന്മാർ വന്നിട്ടുണ്ട്. ശരിക്കും അവർക്കിട്ട് നമ്മൾ താങ്ങി വിട്ടിട്ടുമുണ്ട്. പക്ഷെ അവരെ നമ്മൾ താങ്ങുന്നത് ഖുറാനെക്കുറിച്ച് ഒരു വെളിവുമില്ലാതെ വായിത്തോന്നി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല. ഖുറാന്റെ കൃത്യമായ ആയത്തുകളുടെയും അതിൻ്റെ തഫ്സീറുകളുടെയും അതിനെക്കുറിച്ചുള്ള ഹദീസുകളുടെയും അതിനുമായിട്ട് ബന്ധപ്പെട്ട സീറകളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ കോയകളെ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം താങ്കളുടെ മുന്നിൽ ഒരു ക്രിസ്ത്യാനി വരുമ്പോൾ താങ്കൾക്ക് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. താങ്കൾ ഇന്ത്യ മഹാരാജ്യത്തെ ജീവിക്കുന്നത്, അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. താങ്കൾ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കൃത്യമായ രേഖകളും തെളിവുകളും വെച്ച് താങ്കൾ ചെയ്തോളൂ. ഇനി താങ്കൾക്ക് അങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞേ ഞാൻ റെഡിയാണ്. പരസ്യമായിട്ട് താങ്കളും ലൈവായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഒരാൾ, ഞാനും ലൈവായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഒരാൾ, താങ്കൾ വന്നോളൂ, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ടം വരുമ്പോൾ വായി തോന്നിയ കോതക്കവാട്ടം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ വെളിവുകളുണ്ടോ അത് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും സ്വയം അപഹാസ്യനാകുന്നതാണ്. ആ പാവപ്പെട്ടവനായതുകൊണ്ട് ആരിഫ് ഹുസൈൻ ഈ കോയ കോളിംഗ് നടത്തിയ അവസാനം കോയ കരയിങ് നടത്താതെ പോയി. ഞങ്ങളെയൊക്കെ പോലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ സഹോദര താങ്കൾ അവിടെ ഇരുന്ന് കരഞ്ഞേനെ. ഒന്നുകൂടെ കേട്ടോ വയ്ക്കുള്ളൂ അദ്ദേഹത്തിന്റെ മണ്ടത്തരം. ഞാൻ ചോദിക്കുന്നത് ഒന്നാമത് ഈ ന്യൂ ടെസ്റ്റമെന്റ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, പിന്നെ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള കാര്യം യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള സാധനങ്ങൾ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അതിന്റെ പർപ്പസ്? ഇനി 2, ഇതൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത്, എന്താണ് അതിന്റെ പർപ്പസ്? എൻ്റെ പൊന്നു സഹോദര, താങ്കൾ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത്? എന്താ അതിന്റെ പർപ്പസ്? താങ്കൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താ? താങ്കൾക്ക് റൂമിൽ ഒറ്റയ്ക്കുന്നെങ്കിൽ സംസാരിച്ചാൽ പോരെ. താങ്കൾ പറയുന്ന കാര്യങ്ങൾ 10 പേരെ അറിയിക്കുക എന്നുള്ളതാണ് താങ്കളുടെ പർപ്പസ്. നിങ്ങളുടെ വലിയപ്പെട്ട തമ്പുരാൻ നമ്മുടെ ചാൾസ് ഡാർവിൻ എന്തിനാ പുസ്തകം എഴുതി? അദ്ദേഹം എവല്യൂഷനെ കുറിച്ച് പുസ്തകം എഴുതി എന്തിനാ? അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ 10 പേരെ അറിയിക്കുക എന്നുള്ളതാണ് പുസ്തകത്തിന്റെ ഉദ്ദേശം. പഴയ നിയമം എന്തുകൊണ്ടാണ് എഴുതി വെച്ചത്? ദൈവം മനുഷ്യരോട് പറഞ്ഞ കാര്യങ്ങളും ആ കാലഘട്ടത്തിലെ ചരിത്രവും ഓരോ കൃത്യമായ ഓർഡർലി ഫാഷനിൽ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പഴയ നിയമം എഴുതി വെച്ചതിന്റെ ഉദ്ദേശം. അന്നത്തെ ചരിത്രം ആദം മുതൽ ഇങ്ങോട്ടുള്ള കൃത്യമായ ചരിത്രം. അല്ലാതെ നിങ്ങൾ മദ്രസക്കാരങ്ങ് ഈ ആരിഫ് ഹുസൈനൊക്കെ മദ്രസയിൽ ഖുറാൻ പഠിച്ച പോലെ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ആദം എങ്ങനെ ഉണ്ടായി ഹവ്വ എങ്ങനെ ഉണ്ടായി എന്ന് പോലും അറിയാത്ത ചരിത്രമല്ല ബൈബിള്. കൃത്യമായിട്ട് തുടക്കം മുതൽ എങ്ങനെയാണ് ആദം ഉണ്ടായിരുന്നത് മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ ലോകത്തിന്റെ അവസാനം വരെ കൃത്യമായ ചരിത്രത്തിലൂടെ പോവുകയും പ്രവചനത്തിലൂടെ ലോകാവസാനം വരെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഏതാണ്ട് ഒരു കസര വാസു മോളിൽ നിന്നൊരു പുസ്തകം നൂലേക്കെട്ടി ഇറക്കി കൊടുത്തിട്ട് ഏതോ ഒരുത്തൻ കണ്ണടച്ചിരുന്ന് മണിമുഴക്കം കേട്ടിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കഥയല്ല ബൈബിള്. എത്രയോ എഴുത്തുകാര് എത്രായിരം വർഷങ്ങൾ കൊണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 1000 ചില്ലുവാനം വർഷങ്ങൾ കൊണ്ട് ഇടയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം ലോകത്തിന്റെ ആരംഭകാലത്തെ ചരിത്രം പറയുന്നെങ്കിലും അത് എഴുതിയത് മോശയാണ്. മോശയുടെ ജീവിതകാലം എന്ന് പറയുന്നത് BC 1400 മോശയുടെ ജീവിതകാലം എന്ന് പറയുന്നത്.
BC 1400 തുടങ്ങി AD 90 ഏകദേശം 1500ഓളം വർഷങ്ങൾക്കിടയിൽ, ഇന്നേക്ക് 2000 വർഷം മുന്നേ എഴുതി തീർത്തപ്പെട്ടെങ്കിലും ഏകദേശം 1500 വർഷങ്ങളുടെ ഇടവേളയുണ്ട് ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും തമ്മിൽ. ഈ പ്രിയ ആരിഫ് ഹുസൈനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുക. ഈ ബൈബിളിൻ്റെ അവസാന ഗ്രന്ഥമായി AD 90 വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ നമ്മളുടെയൊക്കെ പൂർവികർ ഏത് തരം വസ്ത്രമാണ് ഇട്ടതെന്നുള്ള ബോധം പോലും നമുക്കൊക്കെ ഇല്ല. അപ്പോൾ അതിലും 1500 വർഷങ്ങൾക്ക് മുന്നേ ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന കാലഘട്ടവും വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലഘട്ടവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള കാലഘട്ട വ്യതിയാനം വരെയുണ്ട്. അത്രയും 1500 വർഷത്തിൻ്റെ കാലഘട്ട വ്യതിയാനത്തിനിടക്ക് അനേകം എഴുത്തുകാർ അവരുടെ കാലത്തെ ജീവചരിത്രം, ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദികളുടെ ഒരു മണ്ടൻ ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ ചോദിക്കാറിയാൻ പറ്റുള്ളൂ. നിരീശ്വരവാദികൾ എന്തിനാ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്? കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ, നാട്ടുകാരെ നിങ്ങളുടെ വിശ്വാസം അറിയിക്കാൻ വേണ്ടി. നിങ്ങൾ ദൈവം എന്നൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന നിങ്ങളുടെ വിശ്വാസം, ഒരു പരിധിവരെ തെളിവില്ലാത്തതായതുകൊണ്ട് അന്ധവിശ്വാസം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പുസ്തകം മുഴുവൻ എഴുതി കൂട്ടുന്നത്. ഏതോ മുറ്റത്ത് നിൽക്കുന്ന വാഴയും ഈ ആരിഫ് ഹുസൈൻ്റെ മുതുമുത്തശ്ശനും ഒക്കെ നല്ല ഒന്നാന്തര സഹോദരങ്ങളായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈ പറയുന്ന ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത പരിണാമ സിദ്ധാന്തം പോലും ഈ പുസ്തകം എഴുതിയല്ലേ നിങ്ങൾ നാട്ടുകാരെ അറിയിച്ചത്? എന്തിന്? ആ പരിണാമ സിദ്ധാന്തത്തിനകത്ത് എഴുതി വെച്ച നുണ നമ്മളൊക്കെ സ്കൂളിൽ വരെ ഉമ്മാർ എഴുതി പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. സ്കൂളിൽ നമ്മൾ എംബ്രിയോണിക് സിമിലാരിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടില്ലേ? പല ജീവികളുടെ എംബ്രിയോ ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് പരിണാമം സത്യമാണ് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? എംബ്രിയോകളുടെ സാമ്യത കണ്ടില്ലേ എന്ന് പറഞ്ഞ് പല പക്ഷിയുടെയും പാമ്പിൻ്റെ ഒക്കെ എംബ്രിയോ വരച്ചിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. വെറും കള്ളത്തരവാ. പല ജീവികളുടെ എഴുതിയിരിക്കുന്ന ജീവികളുടെയൊക്കെ എംബ്രിയോ എല്ലാം വേറെ രീതിയിലാണ്. ഇവന്മാരെ നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു നുണ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ മിസ്യൂസ് ചെയ്ത, അതും നുണ പറഞ്ഞുകൊണ്ട് മിസ്യൂസ് ചെയ്ത വെറും കള്ളന്മാരാണ് നിരീശ്വരവാദികൾ, പരിണാമവാദികൾ. എന്നിട്ട് പറയുക ബൈബിൾ എന്തിനു എഴുതിയേ? ഇവന്മാർക്ക് മാത്രം എഴുതുമാനം അറിയത്തുള്ളതെന്നാണ് വിചാരിച്ചത്. നിരീശ്വരവാദികൾ എഴുത്തും വായനയും പോയിട്ട് കോണക കൊടുത്ത് നടക്കുന്നതിന് മുന്നേ ബൈബിൾ എഴുതിയതാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇമ്മാതിരി മണ്ടൻ ചോദ്യം ചോദിക്കില്ല, ഇതൊക്കെ എന്തിനാ എഴുതി വെച്ചതെന്ന്. ഓക്കെ, എന്നാലും നമുക്ക് തുടരാം. അപ്പൊ അതെന്തിനായി എഴുതി വെക്കുന്നത്? ഇപ്പൊ അടിമയെ വെക്കണം, അവര് ഇതുപോലെ തല്ലണം, അതല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, ഇപ്പൊ കന്യൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് അവരെന്തോ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ ഒരു ഇതുപോലെ കന്യക ഇതുപോലുള്ള സാധനം ചെയ്ത് ആക്രമിക്കണം എന്തിനായി എഴുതി വെക്കുന്നത്? ഇപ്പൊ അടിമയെ വെക്കണം, അവര് ഇതുപോലെ തല്ലണം, അതല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, ഇപ്പൊ കന്യൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് അവരെന്തോ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ ഒരു ഈ പേപ്പട്ടി മത വിദഗ്ധനാണ്. ഞാൻ ഈ പറയുന്ന എന്താണ് ക്രിസ്തു മത വിദഗ്ധനല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതിനകത്ത് അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും അറിയില്ല. ഈ അറിയാത്ത ആരിഫ് എന്തിനാ ഈ കയ്യാല കയറാൻ നിൽക്കുന്നത്? അതായത് ഈ ബൈബിളിനകത്ത് എന്താ എഴുതിയേക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞാൻ വിമർശിക്കും. ഇതിന്റെ വിമർശനം വല്ല പകർച്ചവ്യാധി വല്ലതും ആണോ? അതായത് ഞാൻ വിമർശിക്കും. ഈ വിമർശിക്കുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവേ? അതെനിക്കറിയില്ല. ഈ അറിയാത്ത ആരിഫ് എന്തിനാ കയ്യാല കയറാൻ നിൽക്കുന്നത്? ഒന്നുകിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി അറിയാവുന്നവരെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ താങ്കൾ പഠിച്ചിട്ട് സംസാരിക്കുക. അതൊക്കെയല്ലേ ഇപ്പം താങ്കൾ പറയും ഞാൻ ക്രിസ്ത്യൻ വിദഗ്ധനല്ല, ഞാൻ പേപ്പട്ടി മത വിദഗ്ധനാണ്. സംഭവം ശരിയാണ്, ഇദ്ദേഹം ഇസ്ലാം മത വിദഗ്ധനാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു, അതുകൊണ്ട് താങ്കളൊരു ഇസ്ലാം മത വിദഗ്ധനാണ് എന്ന് താങ്കൾ പറയുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കാം, എനിക്ക് പഠിക്കാതെയും വിമർശിക്കാം, എനിക്ക് അറിവില്ലേലും വിമർശിക്കാം, എനിക്ക് വായി തോന്നിയൊക്കെ വിളിച്ചു പറയാം എന്നാണ് താങ്കളുടെ ഒരു സ്റ്റാൻഡ്. ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ, അങ്ങനെ ഞാൻ ക്രിസ്തുമത വിദഗ്ധനാണ്. ഞാൻ ക്രിസ്ത്യാനിറ്റിയെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ, ഇസ്ലാമിന് ഞാൻ ഒന്നും അറിയാതെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊരു ലോജിക്ക്, എന്തൊരു യുക്തിയാണുള്ളത്? നമ്മളൊരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിമർശിക്കണം. ഞാൻ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത്, അതിന് കൃത്യമായ തെളിവ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടാണ് വിമർശിക്കുന്നത്. അല്ലാതെ എനിക്കറിയില്ല ഖുറാനകത്ത് എന്താ പറയുക, പക്ഷേ ഖുറാൻ കള്ളത്തരവാ. ഇത് പഴയൊരു സിനിമയിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊന്നും ഒരു വെളിവും ഇല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഇതെന്താണെന്ന് പോലും അറിയില്ല. പുതിയ നിയമത്തിനകത്താണോ പഴയ നിയമത്തിനകത്താണോ യേശുക്രിസ്തു സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല.
ഇതെല്ലാം കള്ളത്തരം. മുഖ്യമന്ത്രി അങ്ങ് രാജിവെക്കുക. സത്യം പറയാമല്ലോ, നിങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലം അന്തരീശ്വരവാദന. അവിടെ തന്നെ നിൽക്കണം കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. പറ്റിയ സ്ഥലം അതാണ്. ഓക്കെ, നമുക്ക് തുടരാം. ഞാൻ വിശ്വസിക്കുന്ന എന്റെ രീതിയിൽ ബൈബിളാണ്. ബൈബിൾ എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് അതെന്താ സാധനം? അതെവിടെ നിന്നു? ബൈബിൾ എവിടെ നിന്ന് വന്നെന്നോ? ആ, ഇത് നമ്മൾ ആയിരക്കണക്കിന് വർഷം നൂറുകണക്കിന് ആളുകളിലൂടെ എഴുതപ്പെട്ട് ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട് ബുക്കായി. അത് ഇപ്പം പ്രിന്റിംഗ് പ്രസ്സൊക്കെ വന്നപ്പോ ആദ്യമായിട്ട് അച്ചടിച്ച ബുക്ക് ബൈബിളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടുള്ള ആളുകൾ വായിക്കുന്ന ബുക്ക്. അപ്പൊ ഫസ്റ്റ് ഇത് ദൈവം നേരിട്ട് മനുഷ്യന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഒരു സമയത്ത്. ഇത് നമ്മളിപ്പോ ഇസ്ലാമ് പറയുന്നതിന് നേരിട്ട് കെട്ടിത്തൂക്കി ഇറക്കി കൊടുത്ത സാധനമല്ലല്ലോ. പിന്നെ എങ്ങനെ കിട്ടിയ? അത് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ എഴുതി വെച്ച സാധനം. നിങ്ങൾ നൂറുകണക്കിന് മനുഷ്യന്മാരിലൂടെ എന്ന് പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുമ്പോ ഇതിൽ ആദ്യത്തെ മനുഷ്യനാരാണ്? ആരെങ്കിലും ഒരാൾക്ക് ആദ്യം കിട്ടണ്ടേ? എന്റെ പൊന്നാരിഫേ, ശരിക്കും ഒരു മാറ്റമില്ലല്ലോ. ഈ മദ്രസ പൊട്ടനെ നിങ്ങളുടെ വന്നിട്ട് ഒരു മാറ്റം കാണാനില്ലല്ലോ. നിങ്ങൾ ഒരു മദ്രസ പൊട്ടൻ നിലവാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു മിനിമം മാറ്റം വേണ്ടേ? ചിലപ്പോൾ സഹവാസം കൊണ്ടാകാം നിരീശ്വരവാദികളുടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്ന് വെട്ടേക്കുന്നത് വെളിവില്ലാത്തമാരുടെ കൂട്ടത്തിലായതുകൊണ്ടാവാം ചിലപ്പം. മദ്രസ പൊട്ടന്മാരുടെ ഖുറാനാണ് ആകാശത്തിൽ നിന്ന് ആരാണ്ട് നൂലേക്കെട്ടി ഇറക്കി കൊടുത്തത് എന്ന ഗ്രന്ഥം. അല്ലാതെ വിശുദ്ധ വേദപുസ്തകം ആരും നൂലേക്കെട്ടി ആർക്കും കൊടുത്തിട്ടില്ല. ദൈവം തമ്പുരാൻ നേരിട്ട് എഴുതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ഉള്ളത് വെറും 10 കൽപ്പനകൾ മാത്രമാണ് ദൈവം നേരിട്ട് എഴുതി മോശയുടെ കൊടുത്തത്. അതാണ് മോശ അടിച്ച് പൊട്ടിക്കുകയും ചെയ്ത്. വെറും 10 കൽപ്പനകൾ മാത്രമാണ് ദൈവം നേരിട്ട് എഴുതിയെന്ന രീതിയിൽ കൽപ്പലകകളിൽ അവൻ എഴുതി കൊടുത്തു എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എല്ലാം മോശയോട് എഴുതി സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞതാണ്. അല്ലാതെ ദൈവം നേരിട്ട് കുറേ ഒരു ഗ്രന്ഥമൊന്നും ഇറക്കി കൊടുത്തില്ല. മോശയുടെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞ ആദമിൻ്റെ ജീവചരിത്രമാണ് എഴുതുന്നത്. ആ ആദം മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യരുടെ ആ ഒരു സ്ട്രീമിൻ്റെ ഓരോ തലമുറയുടെയും ജീവചരിത്രം കണക്ട് ചെയ്ത് ഓരോ തലമുറ വീതം പറഞ്ഞ് യേശുക്രിസ്തുവിലെത്തുകയും പിന്നീട് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം, അവരുടെ ലേഖനവും, പിന്നെ വരുന്ന വെളിപ്പാട് പുസ്തകവും. ഇത്രയേ ഉള്ളൂ ബൈബിള്. കൃത്യമായ ആദം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണ്. ആ ചരിത്രത്തിനകത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങളും കൂടെ അതത് എഴുത്തുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് ബൈബിൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ദൈവം ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കി എന്നിട്ട് അതിങ്ങനെ ഓരോരുത്തർക്കും ഇതിങ്ങനെ ഇറക്കി ആകാശത്ത് നിന്ന് തലക്കടിച്ചു കൊടുത്തു എന്നൊന്നും ബൈബിൾ പറയുന്നില്ല സഹോദര. അതായത് മദ്രസ പൊട്ടന്മാരുടെ ഖുറാന്റെ നിലവാരത്തിലാണ് ഇദ്ദേഹം ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബൈബിൾ എന്താണ് എന്നറിഞ്ഞിട്ടല്ല വിമർശിക്കുന്നത്. ഖുറാൻ ഇങ്ങനെയാണ്ട് ബൈബിളും ഇങ്ങനെയായിരിക്കും. അതായത് ഡാർവിന്റെ അപ്പൂപ്പൻ കുരങ്ങനായതുകൊണ്ട് സകല മനുഷ്യരുടെ അപ്പൂപ്പന്മാരെ കുരങ്ങന്മാരായിരിക്കും എന്ന് പറയുന്ന ലോജിക്ക്. ഖുറാൻ അങ്ങനെയാണല്ലോ, അപ്പൊ പിന്നെ ബൈബിൾ ഇങ്ങനെയായിരിക്കുമല്ലോ. അതായത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ ഇസ്ലാം മതം വിട്ടു എന്ന് പറയുമ്പോൾ ഇച്ചിരിയൊക്കെ മാറ്റം വരണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ സഹവാസത്തിൻ്റെ ആവാം, ഈ നിരീശ്വര പൊട്ടന്മാരോടൊപ്പം കൂടിയോണ്ടാവാം ഈ തലച്ചോറിനകത്ത് വളർച്ച അധികം അങ്ങ് കാണാത്തത്. ഈ മദ്രസ പൊട്ടനിലെ മദ്രസ മാത്രം അങ്ങ് മാറിപ്പോയിട്ട് ബാക്കി അങ്ങ് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാവാം. അപ്പോൾ പ്രിയ ആരിഫ് ഹുസൈൻ സഹോദര, മര്യാദക്ക് പറഞ്ഞു തരാം. ഇവിടെ ബൈബിൾ എന്ന് പറയുന്നത് ആരും പുസ്തകം എഴുതി താഴേക്ക് ഇറക്കി കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആകെ 10 കൽപ്പനകൾ മാത്രമാണ് ദൈവം നേരിട്ട് മോശയുടെ കയ്യിലേക്ക് കൊടുത്തത്. ബാക്കി ആ 10 കൽപ്പനകൾ പോലും ആദം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിനകത്താണ്. ബൈബിളിൽ ദൈവം എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആ സംസാരിച്ച കാര്യങ്ങളും കൂടെ അതത് എഴുത്തുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ദൈവം ഒരു പുസ്തകം എഴുതിയിട്ട് ദൈവം ഓതറായിട്ടുള്ള ഒരു പുസ്തകം നൂലെ കെട്ടി ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. ഓരോ മനുഷ്യരും അവരുടെ കാലഘട്ടത്തിൽ ദൈവം സംസാരിച്ച കാര്യങ്ങളും ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവം ഒരു പുസ്തകം എഴുതിയതല്ല ബൈബിള്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. ഒരു മദ്രസ പൊട്ടൻ്റെ നിലവാരത്തിൽ നിന്ന് ദയവ് ചെയ്ത് ആരിഫ് സംസാരിക്കാതിരിക്കുക. പിന്നെ 2, ഒരു ഡിബേറ്റർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായി ഡിബേറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ താങ്കൾക്ക് തരാവുന്ന ഒരു അഡ്വൈസ്, അറിയാത്ത കാര്യത്തെക്കുറിച്ച് ദയവ് ചെയ്ത് സംസാരിക്കാൻ നിൽക്കരുത്. താങ്കൾക്ക് സംസാരിക്കാം, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് സംസാരിക്കാം. അറിഞ്ഞില്ലെങ്കിൽ ആ അറിവില്ലായ്മ തുറന്ന് സമ്മതിച്ച്, സഹോദര എനിക്ക് ബൈബിളിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, താങ്കൾ പോയിക്കോളൂ, ഞാൻ മറ്റൊരു കോളറെ എടുക്കട്ടെ എന്ന് പറയാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാകുക. ഇപ്പോൾ ഷിൻഡോയിസത്തെക്കുറിച്ച് ഒരാൾ വന്ന് എൻ്റെ ലൈവ് ജോയിൻ ചെയ്താൽ, ഇപ്പോൾ സഹോദര ഞാൻ സംസാരിക്കുന്ന വിഷയമല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് മറ്റുള്ള ആരെങ്കിലും വരട്ടെ, ഞാൻ സംസാരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വരട്ടെ എന്ന് പറയാനുള്ള ബോധം താങ്കൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്കൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നറിയാം, എന്നാലും
ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇമാതിരെ ഒരു മദ്രസപ്പെട്ട നിലവാരത്തിലേക്ക് താഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ആദ്യം കിട്ടുന്നത്? അതിന്റെ ഫസ്റ്റ് കണ്ണി എങ്ങനെയാണ്? അത് എവിടുന്ന് വരും? അത് ലൂക്കസ് തന്നെ മോസസ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. മോസസ്. ഓക്കെ, അപ്പോഴും ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. ദൈവത്തിന്റെ കയ്യിലൊരു പുസ്തകം ഇരിക്കുന്നു, അത് മനുഷ്യർക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അതായത് ഇപ്പോഴും മദ്രസ പൊട്ടനായിട്ട് തന്നെ പുള്ളി ചിന്തിക്കുന്നത്, എന്നിട്ട് ബാക്കി കോയകളെയൊക്കെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിച്ച് കളിയാക്കുന്നത്. അപ്പോൾ താങ്കൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, താങ്കൾ ഈ പറയുന്നതാണ് നമ്പർ 1 മദ്രസ പൊട്ടത്തരം. അതായത് ഏതോ അറബിയായ മുഹമ്മദ് ഉണ്ടാക്കിയൊരു പുസ്തകം, ആ പുസ്തകത്തിന്റെ സ്റ്റൈല് മുഹമ്മദ് നിശ്ചയിച്ചത് അള്ളാഹു എന്ന് പറയുന്ന ഏതോ ഒരു ജിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ആകാശത്തുനിന്ന് എഴുതിയിട്ട് ഇട്ട് കൊടുക്കുന്നു. ആ നിലവാരത്തിലായിരിക്കണം മുഹമ്മദ് ജനിക്കുന്നതിന് 10,500 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളും മുഹമ്മദ് ജനിക്കുന്നതിന് 1,600 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട പുതിയ നിയമ ഗ്രന്ഥങ്ങളും ആ മുഹമ്മദ് ഖുറാൻ ഉണ്ടാക്കിയ തരത്തിൽ തന്നെ ആയിരിക്കണമെന്ന്. എൻ്റെ പൊന്നു സഹോദര, ഈ മുഹമ്മദ് ഖുറാൻ ഉണ്ടാക്കി എന്ന് പറയുന്നതിനൊക്കെ 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ബൈബിളിൻ്റെ രചന നടക്കുന്നത്. ആ സ്റ്റൈലിലും അല്ല, ആ രീതിയിലും അല്ല, അങ്ങനൊരു കോൺസെപ്റ്റും ബൈബിളിനില്ല. അപ്പോൾ മദ്രസപ്പെട്ട നിലവാരത്തിൽ നിന്ന് മാറി അങ്ങ് ചിന്തിക്കുക. ദൈവം ആർക്കും ഒരു പുസ്തകം തലയിലെറിഞ്ഞ് കൊടുത്തിട്ടില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ആദ്യം കിട്ടുന്നത്? അതിന്റെ ഫസ്റ്റ് കണ്ണി എങ്ങനെയാണ്? അത് എവിടുന്ന് വരും? അത് ലൂക്കസ് തന്നെ മോസസ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. മോസസോ? അതാരാണ് മോസസ്? മോസസ് ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്, യഹോവയുടെ പ്രവാചകൻ. അതായത് ഭൂമിയിൽ ജനിച്ച സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് പ്രവാചകനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആളെവിടെ? ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടൊരു മനുഷ്യൻ. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ. ഓക്കെ, അപ്പൊ ആ പ്രവാചകനിലേക്കാണ് ആദ്യമായിട്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കിട്ടുന്നത്. അവിടെ മുതലാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, തോറയുടെ ഒക്കെ ഉത്ഭവം അവിടെ മുതൽ. അത് ശരി. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ അപ്പോ ഈ അള്ളാഹു സെപ്പറേറ്റ് ആവുന്ന എവിടെയാണ് എന്റെ ഇരിക്കുന്ന സാധനം? എങ്ങനെ? സത്യം പറയാലോ, ഞാന് ശരിക്കും ഇത് കേട്ടിട്ട് ഞാൻ ആരിഫിനൊന്ന് വിളിച്ചിട്ട് ഇത് ശരിക്കും അറിഞ്ഞോണ്ട് പറഞ്ഞാണോ അല്ല വെള്ളം അടിച്ചിട്ട് പറഞ്ഞാണോ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരക്കൊണ്ട് ഞാൻ വിളിക്കാഞ്ഞതാ. മോശയുടെ കാലത്ത് പഴയ നിയമം എഴുതി തുടങ്ങി. അത് ഇദ്ദേഹം ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. ആ കേൾവിക്ക് ആ വന്ന കോയ കോളിങ്ങിൽ വന്ന ക്രിസ്ത്യൻ സഹോദരന് തലക്ക് വെളിവുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇത് ആരും ഇട്ടുകൊടുത്തൊന്നുമല്ല. മോശയുടെ കാലം മുതൽ തോറയുടെ ആരംഭം അങ്ങനെയാണ്. മോശയും ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് തോറ ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ എഴുതി തുടങ്ങി എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അത് ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകൻ അല്ലേ? അപ്പോൾ ഇതിനകത്തേക്ക് എപ്പോഴാണ് അള്ളാഹു വരുന്നതെന്ന്? എൻ്റെ പൊന്നു സഹോദര, രാമായണം മുഴുവൻ വായിച്ചിട്ട് രാവണൻ ബ്രൂസ്ലിയുടെ ആരാണെന്ന് ചോദിച്ചൊരു പൊട്ടന ഓർമ്മയുണ്ട്. ആ നിലവാരമായിപ്പോയി. രാമായണം മുഴുവൻ വായിച്ചിട്ടേക്ക് അതെ ഇതിനകത്ത് ഇവിടെ ബ്രൂസ്ലി, ഈ ബ്രൂസ്ലിയും രാമനുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്ന് ചോദിക്കുന്ന പോലെ ഇത് വല്ല ബന്ധമുണ്ടോ? ബ്രൂസ്ലി എവിടെ കിടക്കുന്നത്, രാമായണം എവിടെ കിടക്കുന്നു? ആ നിലവാരമല്ലേ? ഈ ഖുറൈഷി എന്ന് പറയുന്ന ഖുറൈഷികൾ അടക്കമുള്ള അറബികളുടെ പേഗൻ മതത്തിലെ 360 ദേവന്മാരിലെ ജിന്ന് ദൈവങ്ങളിൽപ്പെട്ട ഇബിലീസ് എന്ന് പറയുന്ന ഒരു ജിന്നിന്റെ സഹോദരനായിട്ട് ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന 3 ജിന്നുകളുടെ വാപ്പയും ജിന്നുകളിലെ പ്രമുഖന്മാരുടെ മരുമോനുമായിരുന്ന അള്ളാഹു എന്ന് പറയുന്ന ഖുറൈശികളുടെ ജിന്ന് ഈ ബൈബിളിനകത്ത് എങ്ങനെ വരാനാ സഹോദര? ഇക്കിടക്കിന് താങ്കൾ ഹനുമാൻ ബൈബിളിനകത്തില്ല, കൊണ്ട് ബൈബിൾ അള്ളാഹു എന്നൊക്കെ പറഞ്ഞോളല്ലോ. ഹനുമാൻ എന്ന ബൈബിളിൽ വന്നേ എന്ന് താങ്കൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഈ അള്ളാഹ് എന്ന് പറയുന്ന ജിന്നിനെ തപ്പണമെങ്കിൽ താങ്കൾ ഖുറാനിലോ അല്ലെങ്കിൽ അതിനു മുന്നേയുള്ള അറബികളുടെ പേഗ മതഗ്രന്ഥങ്ങളിലോ തപ്പണം. അല്ലാതെ ബൈബിളിൽ കിടന്ന് അള്ളാഹിനെ തപ്പിക്കഴിഞ്ഞാൽ ഉണ്ട കിട്ടും, അല്ലാതെ അള്ളാഹിനെ കിട്ടില്ല. പല പരിഭാഷയിലും അള്ളാഹ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ബൈബിളിനകത്ത് കിട്ടത്തില്ല. പല പരിഭാഷകളിലും അള്ളാഹ് എന്നും പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം പരമശിവന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വരാം. അല്ലാതെ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മൂലഭാഷയിൽ അള്ളാഹ് എന്നൊരു ദേവനെയും കാണത്തില്ല, ആ ജിന്നിനെയും കാണത്തില്ല, ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വർഗത്തെ പോലും കാണത്തില്ല. പിന്നെയല്ലേ അള്ളാഹ്. ഈ അള്ളാഹയുടെ വർഗം എന്ന് പറയുന്ന ജിന്നുകൾ എന്ന് പറയുന്ന വർഗത്തെ പോലും കാണത്തില്ല. അങ്ങനെ ഒരു സ്പീഷീസ് ഉള്ളതായിട്ട് പോലും ബൈബിളിൽ പറയുന്നില്ല. ജിന്നുകൾ എന്ന് പറയുന്ന ഭൂതങ്ങളെ കുറിച്ച്, അത്തരത്തിലുള്ള ജിന്ന് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന പോലുമില്ല. അപ്പോഴാണ് ആ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദേവനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇനി മഹാഭാരതത്തിൽ ഇങ്ങേർക്ക് ഇനി എന്താ പറയുക രാമനെ കാണണം, രാമായണത്തിൽ ഇങ്ങേർക്ക് ഇനി കൃഷ്ണനെയും അർജുനെയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടമാണ് സഹോദര. നിങ്ങൾക്ക് വേണ്ട സാധനം നോക്കി ഇങ്ങോട്ട് പോയി കാണണം. അല്ലാതെ എന്താ പറയുക, ഡാർവിൻ്റെ പുസ്തകത്തിൽ ശ്രീകൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് ഡാർവിൻ കള്ളനാന്ന് വേണമെങ്കിൽ ഇദ്ദേഹം നാളെ ഇരുന്ന് പറയും.
അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നിരീശ്വരവാദികൾ പുസ്തകം എഴുതണമെങ്കിലുണ്ടല്ലോ, ലോകത്തോ ഇതുവരെ കേട്ടിട്ടുള്ള സകല കഥാപാത്രങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടോണം, അല്ലെങ്കിൽ ആ പുസ്തകം കള്ളത്തരം ആളെ ഇങ്ങേരിരുന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ മോസസിൻ്റെ കാര്യത്തിനകത്ത് ഈ അള്ളാനെ കൊണ്ടുവന്ന് തിരികെ കയറ്റുന്ന മദ്രസ പൊട്ടൻ മുഹമ്മദിൻ്റെ നിലവാരത്തിലേക്ക് താങ്കൾ താഴരുത് എന്നൊരു ഉപദേശം തന്നുകൊണ്ട് നമുക്ക് തുടരാം. വേറൊരു കാര്യം ചോദിക്കാം. ലോകം മുഴുവൻ ഇപ്പൊ കന്യാമറിയം പ്രസവിച്ചു എന്ന് പറയുന്നു ഭർത്താവില്ലാണ്ട്, അത് ശരിയാണോ? 100%. അതായത് സ്പേം ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രസവിക്കാം? അതുകൊണ്ട് തന്നെ ദൈവത്തിനെ നമ്മൾ സർവശക്തി എന്ന് വിളിക്കുന്നു. ഓ, അത് ശരി. അപ്പൊ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ജന്മം ഒരു ജടികമായ രീതിയിലുള്ളതല്ലല്ലോ, അത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ ഒരു ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഭർത്താവൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഗർഭിണിയായത് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നത്തെ കാലത്ത് അതെ, ഇന്നത്തെ കാലം ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു ദൈവം ഉണ്ടായിക്കൂടെ? അല്ല, ഞാനത് എന്തിനു വിശ്വസിക്കുന്നു? പുതിയൊരു ദൈവത്തെ വിശ്വസിക്കുന്നു. കന്യാമറിയം ഒന്ന് പറയാണ് അതെ ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചു. ഇന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ഞാൻ ഗർഭിണിയായി, നിങ്ങളല്ലാട്ടോ. കന്യാമറിയം ആരോട് വന്നിട്ട് ഗർഭിണിയായി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ. എന്തായാലും കുറെ ആൾക്കാർ സമ്മാനമൊക്കെ ആയിട്ട് വന്നില്ലേ നമ്മളിവിടെ ക്രിസ്മസിന് കിളിക്കൂടൊക്കെ. നല്ല ലോജിക്ക. അല്ല, സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹം പഠിച്ചത് ഇദ്ദേഹം തന്നെ ഫ്രോഡ് മെഡിസിൻ എന്ന് പറയുന്ന ഹോമിയോ ആയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ അറിയാത്തതായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ബന്ധപ്പെട്ടാലല്ലാതെ കുട്ടി ഉണ്ടാവില്ല. ഓക്കെ, കന്യാമറിയം യോസഫുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കന്യാമറിയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ കന്യാമറിയത്തിന് കുട്ടി ഉണ്ടാവില്ല. അപ്പം പിന്നെ എങ്ങനെ ഉണ്ടായി? അതായത് അപ്പോൾ യേശു ക്രിസ്തു ഒരു വ്യഭിചാരപുത്രനല്ലേ? ഇന്ന് താങ്കളുടെ ഭാര്യ അങ്ങനെ ഗർഭിണിയായി താങ്കൾ സമ്മതിക്കുമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ല ആരിഫ് ഹുസൈനെ, താങ്കൾ ഈ IVF എന്ന് കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു IVF ആണെന്നൊന്നുമല്ലാട്ടോ ഞാൻ പറയുന്നത്, എന്നാലും ഞാൻ പറയുക, IVF എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഹോമിയോയിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് അറിയില്ലാത്തത്. എന്നാലേ ഈ നല്ല ഒന്നാം തരം ശാസ്ത്രീയമായ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, നിരീശ്വരവാദമായ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ല കേട്ടോ, ശാസ്ത്രീയമായ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF. അതിനകത്ത് എന്താ ചെയ്യുന്നത്? ആണും പെണ്ണും നമ്മൾ സെക്സ് ചെയ്യുവാണോ IVF-നകത്ത് ചെയ്യുന്നത്? അല്ല. ഇൻവിട്രോ എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ്? പുറത്ത് വെച്ച് ഒരു സൈഗോട്ട് ഒരു എംബ്രിയോയെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ഓവത്തിനെയും സ്പേമിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു എംബ്രിയോനെ പുറത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് വിളിക്കുന്നതുകൊണ്ട് ആ എംബ്രിയോനെയാണ് അമ്മയുടെ ഉദരത്തിനകത്തേക്ക് കയറ്റുന്നത്. അതായത് ഒരു സെക്ഷൽ ആക്ട് ഇല്ലാതെ തന്നെ ഒരു പെൺകുട്ടിക്ക് ഗർഭിണിയാകാൻ സാധിക്കും. കേവലം മനുഷ്യർക്ക് സാധിക്കും. ഒരു സെക്ഷൽ ആക്ട് ഇല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഗർഭിണിയാകാൻ കേവലം ഒരു മനുഷ്യൻ ഡോക്ടറെ കൊണ്ട് സാധിക്കും. ശരിയാണല്ലോ, ശാസ്ത്രീയമാണല്ലോ. അപ്പോൾ ഒരു എംബ്രിയോ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിയെ സെക്ഷൽ ആക്ട് ഇല്ലാതെ തന്നെ ഗർഭിണിയാക്കാൻ സാധിക്കും. അതിനകത്ത് അത് ദിവ്യഗർഭമാണെന്നറിഞ്ഞാൽ ഇവിടെ ആരും കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. നേരെ യേശുക്രിസ്തു ഭൂമിയിൽ നേരിട്ട് ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായതല്ലല്ലോ. വചനം അങ്ങനെ ഒരു പൂർണ്ണ പ്രായം എത്തിയ ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായതല്ലല്ലോ, അല്ല. വചനം ജഡമായി തീർന്നത് എവിടെയാ? മറിയത്തിന്റെ ഉദരത്തിലാണ്. അതായത് ഇന്ന് മനുഷ്യനൊരു എംബ്രിയോയെ സ്പേമിൽ നിന്നും ഓവത്തിൽ നിന്നും ഒരു എംബ്രിയോ ഉണ്ടാക്കിയിട്ട് ആ എംബ്രിയോയെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വെച്ചാൽ, സ്ത്രീയുടെ യൂട്രസിൽ വെച്ച് കഴിഞ്ഞാൽ ആ യൂട്രസിനകത്ത് ആ എംബ്രിയോ ഒരു കുഞ്ഞായിട്ട് വരും. ദയവേത് വിളിക്കാനുള്ളവർക്ക് വിളിക്കാനുള്ള സമയം തരാം. ഇപ്പം കിടന്ന് വിളിക്കല്ലേ, നമുക്ക് സമാധാനത്തിന് സമയം തരാം. ഓക്കെ, നമുക്ക് ദിവ്യ മാഡത്തിൻ്റെ ഒരു കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിളിക്കാനുള്ളവർക്ക് സമയം തരാം. അതിന് ശേഷം വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യനൊരു എംബ്രിയോ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിവുണ്ടെങ്കിൽ ആ എംബ്രിയോയെ ഈസി ആയിട്ട് മനുഷ്യൻ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഫെർട്ടിലൈസേഷൻ ചെയ്തൊരു എംബ്രിയോനെ ഈസി ആയിട്ട് മനുഷ്യന് ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് വെക്കാം. അതിനകത്ത് യാതൊരു അശാസ്ത്രീയമായ വാദങ്ങളും ഇല്ല. ആരിഫ് ഹുസൈൻ ഭാര്യയുമായിട്ട് പോയി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്താൽ പല കപ്പിൾസും ചെയ്യാറുണ്ട്. കാര്യം പല കാരണങ്ങൾ കൊണ്ടും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കാത്തവർ IVF ചെയ്യാൻ പോകാറുണ്ട്. നമ്മൾ പത്രത്തിൽ കാണുന്നില്ല IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഭാര്യയുമായിട്ട് താങ്കൾ സെക്ഷൽ ആക്ട് ചെയ്തിട്ടില്ല,
പക്ഷേ താങ്കൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷന് പോയി, ഭാര്യ പ്രഗ്നൻ്റ് ആയി, അപ്പം താങ്കൾ ഭാര്യയെ സംശയിക്കുമോ? അതോ ഭാര്യ ദിവ്യഗർഭമാണെന്ന് പറയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് സഹോദര യേശു ക്രിസ്തുവിൻ്റെ അമ്മേനെ താങ്കൾ ഇത്ര അങ്ങോട്ട് സംശയിക്കുന്നത്? ഒരു എംബ്രിയോ ഉണ്ടെങ്കിൽ ആ എംബ്രിയോയെ ഈ അമ്മയുടെ ഉദരത്തിനകത്തേക്ക് വെക്കാൻ ഇന്നത്തെ കേവലം ഒരു ഡോക്ടർക്ക് പോലും സാധിക്കും. മനുഷ്യനായ കേവലം ഒരു ഡോക്ടർക്ക് പോലും സാധിക്കും. ഇനി ആകെ 2 ചോദ്യമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഒരു കേവലം മനുഷ്യനായ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അബദ്ധമായി പോകും. അത് ലോജിക്കലി അത് ഏറ്റവും വലിയ അബദ്ധമായി പോകും. കാര്യം ഇത്രയും അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിന് കേവലം ഒരു മനുഷ്യൻ ചെയ്യുന്ന പണി പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ശാസ്ത്രീയമായി തന്നെ അബദ്ധമായി പോകും. കാര്യം ദൈവം എന്നൊരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ, ശാസ്ത്രീയമായിട്ടുണ്ടെങ്കിൽ എന്നല്ലേ പറയുന്നത്. അപ്പം ദൈവം എന്നൊരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഡെഫിനറ്റ് ആയിട്ട് അത് സാധിക്കും. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡെഫിനറ്റ് ആയിട്ട് ദൈവത്തെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറക്കമില്ല. ഇനി ആ എംബ്രിയോ സ്പേമും ഓവവും കമ്പൈൻ ചെയ്ത് ഉണ്ടായതാണോ? അത് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നത് അങ്ങനെ ഉണ്ടായതല്ല. വചനം ജഡമായി തീർന്നതാണ്. ദൈവത്തിന്റെ വചനം, അതായത് യേശു ക്രിസ്തുവായിട്ട് ഭൂമിയിൽ വന്നത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അതൊരു എംബ്രിയോ ആയിട്ട് മറിയത്തിന്റെ ഉദരത്തിലേക്ക് വന്നു. ഗോഡ് ക്യാൻ ഈസിലി ഡു ദാറ്റ്. അപ്പം പിന്നെ കന്യാമറിയം ഇങ്ങനെ ഗർഭിണിയായെന്നോർത്ത് നിരീശ്വരവാദികൾ കിടന്ന് തലച്ചോറിട്ട് പോക്കണതിന് പകരം നിങ്ങളുടെ മുതുമുത്തച്ഛൻ എങ്ങനെയായിരുന്നു ഈ വാഴയുടെ സഹോദരൻ, മുറ്റത്തെ വാഴയില്ലേ, വാഴയുടെ എന്തെങ്കിൻ്റെയൊക്കെ സഹോദരനായിരുന്നു എന്ന് കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മനസ്സിലായോ? ഒരു ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഹ്യൂമന് ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് അതിലും അന്തസ്സായിട്ട് ചെയ്യാൻ അറിയാം എന്ന് മാത്രം താങ്കളോട് പറയുന്നു. അപ്പോൾ സെക്സ് ചെയ്താൽ മാത്രമേ ഗർഭിണിയാകൂ എന്നുള്ള ചില മദ്രസ പൊട്ടന്മാരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിരീശ്വര പൊട്ടന്മാരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ കീറി മുറിക്കാൻ എൻ്റെ പൊന്ന ആരിഫ് ഹുസൈനെ നിങ്ങളൊന്നും ആയിട്ടില്ല. ഓക്കെ, ആവണ കാലത്ത് നട്ടല് നിവർത്തി വാ, നമുക്ക് ചർച്ച നടത്താം കേട്ടോ. അതാണ് ശരിക്കും താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ഇത് പല ക്രിസ്ത്യൻ സഹോദരങ്ങളും കേട്ട് ഒത്തിരി മുറിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെ മോശമായിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ വിമർശിച്ചോ, ഒരു പ്രശ്നവുമില്ല ഇവിടെ. ഒരു ക്രിസ്ത്യാനികൾ ഒരിക്കലും വിമർശനത്തെ ഭയപ്പെടുന്നവരല്ല. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തന്നെ വിമർശനത്തെ അതേ നാണയത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. അത് പത്രോസ് അപ്പോസ്തലനാവട്ടെ, പൗലോസ് അപ്പോസ്തലനാവട്ടെ, എന്തിന് യേശു ക്രിസ്തു ആവട്ടെ, ആ തിരിച്ച് അതേപടി അവരുടെ വായടപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇവിടെ ഈ നിൽക്കുന്ന ഞാനടക്കമുള്ള സകല ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന ദൗത്യം തന്നെ നിങ്ങളോട് പ്രതിവാദം ചെയ്യാൻ വരുന്നവരോട് മറുപടി പറയാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിപ്പീൻ എന്നാണ് ബൈബിളിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിരീശ്വരവാദികൾ ഏതാണ് ഏക്കേതാ പൂക്കേതാണെന്നറിയാതെ IVF എന്ന് പറയുന്ന സാധനം ഇന്ന് കേവലം ശാസ്ത്രീയമായിട്ട് മനുഷ്യന് പോലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അപ്പോൾ പിന്നെ മറിയം പണ്ട് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ പോലെ മുഹമ്മദ് അടക്കമുള്ള കോയകൾ പറഞ്ഞുണ്ടാക്കിയൊരു കഥയാ. മറിയത്തെ വ്യഭിചാരി എന്നായിരുന്നു അന്നത്തെ നാട്ടുകാർ പറഞ്ഞത്. മുഹമ്മദ് വിളിച്ചതാ. അല്ലാതെ അന്നത്തെ നാട്ടുകാർ മറിയത്തെ വ്യഭിചാരത്തെ വിളിക്കാനായിട്ട് യോസഫിന്റെ മകനാണെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് ഈ കല്യാണ നിശ്ചയം എന്ന് വെച്ചാൽ അന്ന് വിവാഹം പോലെ തന്നെയാണ്. ഒരു റൂം റെഡിയാക്കിയിട്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് വിവാഹം പൂർത്തിയാകുന്ന മാത്രം. വിവാഹം ആരംഭിച്ചു, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. കാര്യം വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി. അവിടെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ യോസഫിന്റെ മകൻ എന്നവർ വിചാരിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തു വേശ്യാപുത്രനാണെന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ഖുറാനകത്ത ആ മദ്രസ നിലവാരമായിട്ട് ബൈബിളിനെ വിമർശിക്കാൻ വരരുത് എന്ന് മാത്രമാണ് പ്രിയ ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ദിവ്യ ചേച്ചിയിലേക്ക് കടക്കാം, എന്നിട്ട് നമ്മുടെ കോളേജിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ദിവ്യ ചേച്ചി എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, എൻ്റെ പ്രായമാണോ എനിക്കറിയില്ല. എന്തായാലും മാഡം, ദിവ്യ മാഡം അല്ലാതെ IAS ഒക്കെ ആണല്ലോ, ഒരു ഡോക്ടറാണ്, IAS ആണ്. ആരിഫ് ഹുസൈനെ പോലെ ഹോമിയോ വ്യാജവൈദ്യമല്ല, നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് മെഡിസിനാണ്. അപ്പോൾ നമ്മുടെ ദിവ്യ മാഡത്തിൻ്റെ ജിഹാദ് പഠിപ്പിക്കലിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. അല്ല പ്രിയ ദിവ്യ മാഡം, ഇത് എവിടെന്നാ ഇത് ആരെയെ വെളുപ്പിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ?
ഇതാരെയാണ് ഒരു IAS ഇതാരെയാണ് വെളുപ്പിക്കുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? താങ്കൾക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയതാ? ഏത് മദ്രസ പഠിത്തം പഠിപ്പിച്ചതെന്നാ? ജിഹാദ് എന്ന് പറഞ്ഞാൽ പോരാടുകയോ ആളുകളെ കൊല്ലുകയോ ഒന്നും അല്ല അർത്ഥം. പിന്നെന്താ? സ്നേഹിച്ചുമ്മ വെക്കുക എന്നുള്ളതാണ് അർത്ഥം. എല്ലാവരും സ്നേഹിക്കുക, എന്തോ യാതന അനുഭവിക്കുക, അല്ല അനുഭവിപ്പിക്കുകയല്ല, അനുഭവിക്കുക. ഇതൊക്കെയാണ് ജിഹാദിൻ്റെ അർത്ഥം. എൻ്റെ പൊന്ന് ദിവ്യ മാഡം, ഞാൻ ആരിഫ് ഹുസൈനോട് പറഞ്ഞു തന്നെ താങ്കളോടും പറയുക, അറിയാത്ത പണിക്ക് നിൽക്കരുത്. ഓക്കെ? എന്തായാലും ജിഹാദ് എന്നുള്ളതിൻ്റെ അർത്ഥം ഖുറാനിൽ പറയുന്നതാ. ഇവർ പറയുന്ന ജിഹാദ് എനിക്ക് തോന്നുന്നത് ഏതോ സന്യാസികളുടെ ജിഹാദ് കണ്ടാന്ന് തോന്നുന്നു, ഖുറാനകത്തെ ജിഹാദല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണമായ ഖുറാനിലെ ജിഹാദ് എന്താണെന്ന് ഖുറാൻ വായിച്ചാൽ അത് വേറെ എങ്ങും പോകണ്ട. ഖുറാനിലെ 25-ാമത്തെ സൂറത്ത് ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത്. അതിനാൽ കാഫറുകളെ നീ ഇനി അനുസരിച്ചു പോകരുത്. ഈ കാഫർ എന്ന കൂട്ടത്തിൽ ഈ പറയുന്ന സേച്ചി അടക്കം പെടും. ഈ ദിവ്യ സയ്യർ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം കാഫിറാണ്, ഒരു മുശ്രിക്കാണ്. അപ്പോൾ ഇതിനെ കാഫറുകളെ നീ അനുസരിച്ചു പോകുന്നത്. മുസ്ലിങ്ങളെ നിങ്ങൾ ദിവ്യ അടക്കമുള്ള കാഫറുകളെ അനുസരിക്കരുത്. ജില്ലാ കളക്ടറായിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി നിങ്ങൾ ഓർഡർ ഇട്ടാലേ ഞമ്മൻ്റെ മക്കൾ അനുസരിക്കൂലെന്ന്. കാര്യം എന്താ? നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും ഒക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ദിവ്യ IAS എന്ന് പറയുന്നതിന് IAS IPS ഒന്നും ഇല്ല, കാഫിർ അത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ IASകാരെ താങ്കളാണെങ്കിലും ശരി, അവിടെ മുറ്റത്ത് നിൽക്കുന്ന താങ്കളുടെ ഡഫേദാറാണെങ്കിലും ശരി, രണ്ടുപേരും കാഫിറാണ്. അല്ലാതെ IASും ഡഫേദാറും എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല. അപ്പം അതിനാൽ കാഫറുകള് നീ അനുസരിച്ച് പോരുത്. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ കോയകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ, അവർ നിങ്ങൾ അനുസരിക്കാൻ വഴിയില്ല കേട്ടോ. ഓക്കെ, ഇതുകൊണ്ട് അത് ഖുറാനാണെന്നാണ് പറയുന്നത്. ബ്രാക്കറ്റ് ഇട്ടാലേട്ടോ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഇതെന്താണെന്ന് ഇന്ന് വരെ മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ബ്രാക്കറ്റിൽ അങ്ങ് ഇട്ട് ഒപ്പിക്കുക. കാരണം മുഹമ്മദ് എന്താ പറയുന്നത് മുഹമ്മദിന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് അറിയുന്നത്? അപ്പം ഇതുകൊണ്ട് അത് ഖുറാൻ കൊണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, ഖുറാൻ എങ്കിൽ ഖുറാൻ. നീ അവരോട് വലിയൊരു ജിഹാദ് നടത്തിക്കൊള്ളുക, ഒരു വലിയ മുട്ടക്കാട്ടൻ ജിഹാദ് നടത്താനാണ് പറയുന്നത്. ഈ ജിഹാദ് എന്താ? ഈ നടത്താൻ പറഞ്ഞ ജിഹാദ് എന്താ? അതറിയണമെങ്കിൽ മുഹമ്മദിൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന മുഹമ്മദിൻ്റെ സഹാബിയായ ഇബ്നു അബ്ബാസ് ഈ ആയത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട്. ഏറ്റവും വലിയ മുഫസ്സിറുകളിൽപ്പെട്ടാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത്. ആ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കിയാൽ ദിവ്യ മാഡത്തിൻ്റെ സകല സംശയം അങ്ങ് മാറിക്കിട്ടും. ഈ ആയത്തിനെ കുറിച്ച്, ഈ ആയത്തിൻ്റെ അർത്ഥമായിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ ഒബേ നോട്ട് ദ ഡിസ്ബിലീവേഴ്സ്, കാഫറുകളെ അനുസരിക്കരുത്. അത് ഖുറാന്റെ ആയത്ത്. അതിന്റെ അർത്ഥം അബു ജഹൽ ആൻഡ് ഹിസ് ഹോസ്റ്റ് റിഗാർഡിംഗ് ഹാറ്റ് വിച്ച് ദേ ആസ്ക് ഓഫ് യു. അബൂ ജഹൽ അടക്കമുള്ള കാഫറുകളെ നിങ്ങൾ അനുസരിക്കാൻ നിൽക്കരുത്. ബട്ട് സ്ട്രൈവ് അഗെയിൻസ്റ്റ് ദം ഹിയർ വിത്ത്, ഇതുമായി നിങ്ങൾ അവരോട് സ്ട്രൈവ് ചെയ്യുക, ജിഹാദ് ചെയ്യുക, ഒരു പോരാട്ടം നടത്തുക. മീൻസ് ഓഫ് ദ ഖുറാൻ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഖുറാനെ കുറിച്ചാണെന്ന് പറഞ്ഞത് ആരാ? ഈ പറയുന്ന ഇബ്നു അബ്ബാസ് ആണ്. വിത്ത് എ ഗ്രേറ്റ് എൻഡവർ, മഹത്തായ ഒരു ജിഹാദ് ചെയ്യുക. ബൈ ദ സ്വേർഡ്, ബൈ മീൻസ് ഓഫ് ഖുറാൻ എന്നുള്ളതിന്റെ അർത്ഥം ബൈ ദ സ്വേർഡ് ആണ്. വാളുകൊണ്ടാണ് നിങ്ങൾ ജിഹാദ് നടത്തേണ്ടത്. ഈ വാളുകൊണ്ട് നടത്തുന്ന ജിഹാദിനെ ചേച്ചി എന്താ പറഞ്ഞേ? വാളുകൊണ്ട് കാഫറുകളോട് നടത്തുന്ന ജിഹാദിനെ കുറിച്ച് ദിവ്യ ചേച്ചി വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. നല്ല കാര്യമാണ്. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം. അല്ല, എന്തുകൊണ്ട് സമരം ചെയ്യണമെന്നാ പറഞ്ഞേ? ദിവ്യ ചേച്ചി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ SFIക്കാരും KSUക്കാരൊക്കെ കല്ലെറിയുന്ന സമരം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ആ സമരം അല്ല കേട്ടോ, നമ്മുടെ ടീപ്പിക്കിട്ട് കിട്ടിയ വെട്ടില്ലേ, ആ സമരത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തേക്ക് ചെയ്യുന്ന ഒന്നല്ല, നിരന്തരമായിട്ട് ചെയ്യേണ്ടുന്ന ഒന്നാണ്. അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ജിഹാദ് എന്ന് പറയുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയൊന്നും അല്ല കളക്ടറുടെ, നിരന്തരമായിട്ട് ഡെയിലി ചെയ്യേണ്ട ഒന്നാണ്. ഒരു പക്ഷേ യാതന എന്നുള്ളതാണ്. യാതന ആർക്കാ? യാതന ജിഹാദ് കിട്ടുന്നവനാ യാതന എന്നുള്ളതല്ല. അല്ല, ഈ വാളുകൊണ്ട് ജിഹാദ് നടത്തിയ, വാളുകൊണ്ട് പോരാടിയാൽ ആരും നശിക്കില്ലല്ലേ? നിങ്ങൾ എന്ത് വാളായി ഉദ്ദേശിക്കുന്നത്? ഈ വെള്ളമടിച്ചിട്ട് വെക്കുന്ന വാള് വല്ലതും ആണോ? അതുവരെ ആളുകൾ നശിക്കും ചിലപ്പോൾ. അതോ ഇനി സിനിമാക്കാർ ഉപയോഗിക്കുന്ന വെട്ടിയാൽ മുറിവേക്കാത്ത വാള് കൊണ്ട് ജിഹാദ് നടത്താനാണോ? അതിന് സിനിമ നമുക്ക് ഹറാമോ? അപ്പം അതുമല്ല. എന്തിനാണ് പ്രിയ
ദിവ്യ മാഡം ഈ കിടന്ന് ഉരുളുന്നത് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെ ഭീകരവാദികൾക്ക് പരവതാനി വിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? നിങ്ങളൊരു ഭരണഘടനാ സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഭരണഘടനയോട് ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നടത്തുന്ന ഓത്ത് തന്നെ അതാണ്. ആ ഓത്തിന് വിരുദ്ധമായിട്ട് നുണ പറഞ്ഞുകൊണ്ട് ഖുറാനിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടാണ് നടത്തേണ്ടതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ, ഖുറാനിൽ അത് അടിവരയിട്ട് പറയുമ്പോൾ, ആ ഭീകരപ്രവർത്തനത്തെ, ആ വാള് കൊണ്ട് നടത്തുന്ന ടെററിസത്തെ വെള്ളപൂശാനും ആ ടെററിസം ശരിയാണെന്ന് പറയാനും നുണ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടത്തുന്നത് ശരിയാണോ? എൻ്റെ പൊന്ന് ജില്ലാ കളക്ടറെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 2, ഖുറാനിലെ ജിഹാദിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ കണ്ടല്ലോ, വാള് കൊണ്ടാണ് ഖുറാനിലെ ജിഹാദ്, ഖുറാനിലെ നിരന്തരമായ പോരാട്ടം, പരിശ്രമം എന്നൊക്കെ പറയുന്നത് വാള് കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് എന്ന് വ്യക്തമായില്ലേ? ഇനി 2, ഖുറാനിലെ 2-ാമത്തെ സൂറ 218-ാമത്തെ ആയത്ത്, സൂറത്ത് പശു, സൂറ അൽ ബഖറ 218-ാമത്തെ ആയത്ത്. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു വേറെ പൊറുക്കുന്നവനും കരുണാനിധിയും ജയലളിതയും അത്രേ, കരുണാനിധിയും അത്രേ. ഓക്കെ, ഇത് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? താങ്കൾ ഈ പറഞ്ഞതുപോലെ ത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചാണോ? നിരന്തരമായി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചിരി വരുത്തണം കേട്ടോ, എന്നാലേ അത് നല്ല കാര്യമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നതിനെ കുറിച്ചാണോ? ഇതെന്തിനെ കുറിച്ചാണ് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറഞ്ഞ പോലെയാണോ? നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഖുറാനിൻ്റെ ആയത്തിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ച പ്രശ്നം കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കുക. ഏറ്റവും വലിയ മുഫസ്സിറുകളിൽ ഒരാളായ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കാം. മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഈ ഖുറാനെ കുറിച്ച് എന്താണ് അത് അർത്ഥമാക്കിയിരിക്കുന്നത് വ്യക്തമാക്കിയ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കാം. ദ ഫോളോയിങ് വേർഡ്സ് ഓൾസോ റിവീൽഡ് അബൌട്ട് അബ്ദുള്ള ഇബ്നു ജയ്ഷ്. അബ്ദുള്ള ഇബ്നു ജയ്ഷിനെ കുറിച്ചാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. ലോൾ ദോസ് ഹു ബിലീവ് ഇൻ അല്ലാഹ് ആൻഡ് ഹിസ് മെസഞ്ചർ, അള്ളാഹുലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരെ, ആൻഡ് ദോസ് ഹു എമിഗ്രേറ്റ്, ഹിജറ ചെയ്തവരെ, ഫ്രം മെക്ക ടു മദീന, ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവര്. ആ എന്തിനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? എന്ത് കാര്യത്തെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ് ബൈ കില്ലിംഗ് ദ അൺബിലീവർ അമർ ഇബ്നു അൽ ഹദ്രാമി. ആരെയാ? ഒരു കാഫിറായ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്നയാൾ കാഫിറായതിൻ്റെ പേരിൽ മാത്രം ഇവന്മാർ പോയി വെട്ടിക്കൊന്നതിനെയാണ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസിനെ പ്രതി ഈ ആയത്തിറങ്ങിയതിൻ്റെ ചരിത്രം ഇതാണെന്ന് ഇസ്ലാമിലെ ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് ഖുറാനിലാ പറഞ്ഞത് ആ കാഫിറായ അമർ ഇബ്നു അൽ ഹദ്രാമിയെ കൊന്നതാണ്. അതിനെയാണ് ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണോ, ഈ കൊലപാതകത്തെയാണോ, മതത്തിന്റെ പേരിൽ നടത്തുന്ന ഈ ഭീകര കൊലപാതകത്തെയാണോ ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു IAS ത്യാഗമെന്നും നിരന്തരമായ പരിശ്രമമെന്നും എന്നൊക്കെ പറഞ്ഞ് അതിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിസ് ഇസ് എ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ടെററിസം. ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുകയാണ് ഈ ദിവ്യ എസ് അയ്യർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ ജനതയോടുമുള്ള വെല്ലുവിളിയാണ് ഇവർ ശരിക്കും നടത്തിയിരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് നിരപരാധിയായിരിക്കും, അതെനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം എന്താണെന്നറിയോ? പല ആളുകൾക്കും പല പ്രമുഖരും ഇതുപോലുള്ള പ്രസ്താവന നടത്തുന്ന അവർ എഴുതിയുണ്ടാക്കിയതല്ല, അവർക്ക് എഴുതി കൊടുത്ത് വായിപ്പിക്കുന്നതാ. 4 വോട്ട് ചിലപ്പോൾ ഭർത്താവിന് കിട്ടാനായിരിക്കാം എഴുതി കൊണ്ടുവന്ന് മൊയ്ലിയാർ എഴുതി കൊടുത്തത് ഇവരങ്ങ് വായിച്ചു കാണും. അല്ല, ഇത് അവർ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ രാജിവെച്ചിട്ട് വല്ല മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ഒരു ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആയത്തിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാഫിറിനെ കൊന്നതാണ്, അതിനെയാണ് പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങളിപ്പോൾ പല മുസ്ലിങ്ങളും പറയും അത് യുദ്ധത്തിൻ്റെ സമയത്തെ കാഫിറെ കൊന്ന.
അങ്ങനെയാണെങ്കിൽ ഒരു ന്യായീകരണമെങ്കിലും ഉണ്ടായി. ഇപ്പോൾ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലും, പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലും. അതിന് നമ്മൾ ആരും വിഷമം വിചാരിച്ചിട്ട് അല്ല, അതൊരു യുദ്ധമാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകൾ നടക്കും. ഇത് യുദ്ധകാലത്തല്ല, മര്യാദക്ക് യാത്ര, ഈ ഹൈവേ റോബറി നടത്തി കൊന്നതാണ് ഈ പറയുന്നത്, കൊള്ള നടത്തി കൊന്നതിനെയാ. അതായത് കച്ചവടക്കാർ പോകുന്ന വഴിക്ക് ഈ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്ന കച്ചവടക്കാർ, അവരടക്കമുള്ള കച്ചവടക്കാർ, അവർ യാത്ര പോകുന്ന സമയത്ത് കുറേ മുസ്ലിമുകളുടെ അടുക്കലും മുഹമ്മദിന് എഴുത്തും കൊടുത്തിട്ട് ഇവനെയൊക്കെ തട്ടിയിട്ട് വരാൻ. ഇവന്മാർ പോയി ഈ പറയുന്ന ഇവരെ കച്ചവടക്കാരെ കൊന്ന് കൊള്ളയടിച്ചുകൊണ്ട് വന്ന് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ നടത്തിയ കൊള്ളയാണ് ഈ കാണുന്നത്. അല്ലാതെ യുദ്ധകാലത്ത് നടത്തിയ യുദ്ധമൊന്നുമല്ല. കച്ചവട സംഘത്തെ രാത്രിക്ക് രാത്രി കൊള്ളയിട്ടിട്ട് ഹൈവേ റോബറി നടത്തിയ, കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയിട്ട് വന്നതിനെയാണ്. അത് ജിഹാദാണ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാട്ടമാണ്. ദിവ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ നിരന്തരമായ ത്യാഗ പരിശ്രമമാണ്. കഥ കൃത്യമായിട്ട് അറിയണോ? നമുക്കറിയാൻ വകുപ്പുണ്ടാക്കാം. കഥ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ആയത്തിൻ്റെ നമ്മുടെ മലയാളത്തിലെ അമാനി മൗലവിയുടെ തഫ്സീർ, ദിവ്യ സാറിന് മലയാളം അറിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അമാനി മൗലവിയുടെ തഫ്സീർ നമുക്ക് എടുത്തു നോക്കാം. അമാനി മൗലവിയുടെ തഫ്സീർ ആകുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ 520 പേജിലാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. 520 പേജിൽ നമുക്ക് നോക്കാം. 218 ആയത്തിൻ്റെ വിശദീകരണം കൊടുക്കുക. 2ാമത്തെ സൂറ 218 വിശദീകരണം, അമാനി മൗലവിയുടെ തഫ്സീർ 520 പേജ്. നിശ്ചയമായും വിശ്വസിച്ചവരും ഹിജറ ചെയ്തവരും സ്വദേശം വിട്ടവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം, അതായത് ജിഹാദ് ചെയ്യുകയും ചെയ്തവരും, അതേ അക്കൂട്ടർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ ഹൈവേ റോബറി നടത്തി കൊള്ള നടത്തി കൊല നടത്തിയത് അതാണ് ജിഹാദ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന പണിയാണെന്ന്. അതായത് ഈ ദിവ്യ സൈർ നടത്തിയിരിക്കുന്നത് തീവ്രവാദത്തെ പച്ചക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു ആട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ ഇതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. 521 പേജ്. അടുത്ത പേജ്. ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അറബിയും അതിൻ്റെ മലയാളമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ വചനത്തിൻ്റെ, തീർച്ചയായിട്ടും വലുതായിട്ടിട്ടല്ലോ, ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ വചനത്തിൻ്റെ അവതരണം എന്ന പല റിവായത്തുകളിൽ നിന്നും വ്യക്തമാവുന്നു. ഓക്കെ, അപ്പോൾ ഈ ആയത്തിൻ്റെ സാഹചര്യം, സംഭവത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഹിജ്റ 2-ാം കൊല്ലത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ നേതൃത്വത്തിൽ മുജാഹിറുകളായ 7-8 പേരടങ്ങ്, മുജാഹിർ എന്ന് പറഞ്ഞാൽ ജിഹാദികൾ, ജിഹാദ് ചെയ്യുന്നവരെ വിളിക്കുന്നതാണ് അറബിയിൽ മുജാഹിദ്. മുജാഹിദ് എന്നുള്ളതിനെ നമ്മുടെ മലയാളത്തിൽ അറബി എഴുതുമ്പോൾ മുജാഹിർ എന്ന് പറയും, ഹദ്രാമി ഹൾറാമി എന്ന് പറയും. എന്താ പറയുക, ഈ റായും റായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറബിയിലും മലയാളത്തിലും മിക്സ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. റമദാനെ റമളാൻ എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ ജിഹാദികളെന്നാണ് മലയാളം, ജിഹാദ് ചെയ്യുന്നവർ. അപ്പോൾ ജിഹാദികളായ 7-8 പേരടങ്ങുന്ന ചെറിയ സൈന്യ സംഘത്തെ ഒരു എഴുത്ത് സഹിതം നബി അയക്കുകയുണ്ടായി. അപ്പോൾ ആരാ അയച്ചത്? മുഹമ്മദ് ആരെയാണ് അയച്ചത്? ഒരു കൂട്ടം ജിഹാദികളെ. എന്തുമായിട്ടാണ് അയച്ചത്? ഒരു എഴുത്തുമായിട്ട് അയച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ എഴുത്ത് പൊളിച്ച് വായിക്കാവൂ എന്നും തിരുമേനി, അതായത് മുഹമ്മദ് കൽപ്പിച്ചിരുന്നു. മുഹമ്മദ് ഇവരോട് ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ച് ജിഹാദികൾക്ക്, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് അടക്കമുള്ള ജിഹാദികൾക്ക് എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ജിഹാദികളെ, നിങ്ങൾ ഒരു വിശുദ്ധ കർമ്മം ചെയ്യാൻ പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എഴുത്ത് പൊട്ടിച്ച് വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ലക്ഷ്യത്തെപ്പറ്റി ശത്രുക്കളാരും മണത്തറിയാൻ ഇടവരുത്താതിരിക്കാനായിരുന്നു അത്. കത്ത് തുറന്നു നോക്കുമ്പോൾ മക്കയുടെയും ത്വാഫിൻ്റെ ഇടയിലുള്ള സ്ഥലമായ നഖലയിൽ ചെന്ന് പതിയിരുന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു അതിൽ ഉള്ളടക്കം. കത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, ഖുറൈശികളുടെ നഖല എന്ന് പറയുന്ന സ്ഥലത്ത് പതിയിരുന്നിട്ട് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു ആ കത്തിനകത്ത് എഴുതി വെച്ചിരുന്നത്. ഇതിൻ്റെ അടുത്ത പേജും കൂടെ വേണം. സത്യം പറഞ്ഞാൽ അടുത്ത പേജ് ഞാനത് കോപ്പി ഇടാൻ പറഞ്ഞത്, ഞാൻ ആക്ച്വൽ ആ പുസ്തകം തന്നെ എടുത്ത് ഞാൻ വായിക്കാം. അടുത്ത പേജ് കോപ്പി ചെയ്തിടാൻ വിട്ടുപോയി ഞാൻ, സോറി. അമാനി മൗലവി. ഓക്കെ, അമാനി മൗലവിയുടെ തഫ്സീർ 521 പേജ്.
521 പേജ് അല്ലേ? 573. അഞ്ഞൂറ്റി 521. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഓക്കെ, ശത്രുക്കളാരും 2 ദിവസം യാത്രയ്ക്ക് ശേഷം മാത്രം എഴുത്തു പൊളിച്ച് വായിക്കുവാൻ തിരുമേനി കൽപ്പിച്ചു. അവരുടെ ലക്ഷ്യത്തെപ്പറ്റി ശത്രുക്കളാരും മണത്തറിയാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത്. തുറന്നു നോക്കുമ്പോൾ മക്കയുടെയും ത്വൈഫിന്റെ ഇടയിലുള്ള സ്ഥലമായ നഖ്ലയിൽ ചെന്ന് പതിയിരുന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു അതിൽ ഉള്ളടക്കം. ഇടക്ക് വെച്ച് അവർ 2 പേർ അവരുടെ വാഹനമായ ഒട്ടകം വഴിതെറ്റിപ്പോയത് നിമിത്തം കൂട്ടം വിട്ടു പോവുകയുണ്ടായി. ബാക്കിയുള്ളവർ നഖലയിലായിരിക്കെ ഖുറൈശികളുടെ ഒരു ചെറിയ കച്ചവട സംഘം വഴിക്കുന്നു. യുദ്ധത്തിന് വന്നതാണോ? അല്ല. അവിടെ എന്തെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ? ഒരു യുദ്ധവും നടക്കുന്നില്ല. ഖുറൈശികൾ യുദ്ധത്തിന് പോയതാണോ? അല്ല. ഖുറൈശികൾ കുറച്ച് കച്ചവടക്കാർ, ഖുറൈശികളായ കുറച്ച് കച്ചവടക്കാർ ആ വഴി വരുന്നത് ഈ ജിഹാദികളെ കണ്ടു. ജിഹാദികൾ എന്ന് പറയുമ്പോൾ മുഹമ്മദിൻ്റെ ഈ വാക്കും കേട്ട് ജിഹാദിന് പോയ ആളുകൾ കണ്ടു. മുഹമ്മദിൻ്റെ എഴുത്തുമായിട്ട് വന്നവന്മാർ ഇത് കണ്ടു. കണ്ടിട്ട് അവിടെ വെച്ച് സൈന്യസംഘം ആ വഴിക്ക് വന്നു. അതിൽ അബ്ദുൾ ഹൽറാമിയും, അതായത് ഈ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്നത്, വേറെ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. 3 പേരുള്ളൊരു കച്ചവട, മൊത്തം 4 പേരുള്ളൊരു കച്ചവട സംഘം. യുദ്ധമോ ഒരു സാഹചര്യം അവിടെ ഇല്ല. കച്ചവടക്കാർ അവരുടെ സമ്പത്തുമായിട്ട് അവരുടെ കച്ചവട സംഭവങ്ങളുമായിട്ട് അവർ യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച സൈന്യസംഘം എന്ന് വെച്ചാൽ മുജാഹിദുകൾ, ജിഹാദികൾ, മുഹമ്മദിന്റെ എഴുത്തുമായിട്ട് പോയ ജിഹാദികൾ എന്ത് വേണം തമ്മിൽ കൂടിയാലോചന നടത്തി അവസാനം കച്ചവട സംഘമായിട്ട് ഏറ്റുമുട്ടി. അതായത് ഇവർ ഒളിച്ചിരുന്നിട്ട്, ഈ കച്ചവട സംഘം വരുന്ന വഴിയിൽ ഒളിച്ചിരുന്നിട്ട് ഇവർ കച്ചവട സംഘത്തെ ചാടി അങ്ങ് ആക്രമിച്ചു. അതായത് നമ്മുടെ ഹൈവേ റോബറി, ഹൈവേകളിൽ നടക്കുന്ന കൊലപാതകം, അതാണ് ഇവിടെ ചെയ്തത്. ഏറ്റുമുട്ടലിൽ ഇബ്നു അൽ ഹദ്രാമി കൊല്ലപ്പെട്ടു. 2 പേർ ബന്ധനസ്ഥരാകുകയും ചെയ്തു. ഒരാളെ കൊന്നു, 2 പേരെ കെട്ടിയിട്ടു, ഒരാൾ ഓടിപ്പോയി കാണും, 3-മൻ ഓടി രക്ഷപ്പെട്ടു. ഇത് റജബ് മാസം അവസാനിക്കുകയും ശഅബാൻ മാസം ആരംഭിക്കുകയും ചെയ്യുന്ന അവസരത്തിലായിരുന്നു. അതല്ല ജാമുദുൽ ആഖിറിന്റെ അവസാനവും റജബിന്റെ ആദ്യവുമായിരുന്നു ചില റിവായത്തുകളുണ്ട്. ബന്ധനത്തിലാക്കിയ 2 പേരെയും കിട്ടിയ കച്ചവട ചരക്കുകളെയും കൊണ്ട് അവർ കച്ചവട ചരക്കത്തെ ചെയ്ത്, അതായത് ഹൈവേ റോബറി നടത്തി, കച്ചവടക്കാരെ ഒരാളെ കൊന്നു, 2 പേരെ കെട്ടിയിട്ടു, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അവരുടെ സമ്പത്തിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതിനാണ് കിട്ടിയ കച്ചവട ചരക്ക് കൊണ്ടവർ നബിയുടെ അടുക്കൽ വന്നു. ഇതായിരുന്നു മുസ്ലിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് ലഭിച്ച 1-മത്തെ ഗനീമത്ത്. എന്താ പറയുക, ഹൈവേ റോബറി നടത്തിയ കൊലപാതകമാണ്, കൊള്ളവസ്തുവാണ് മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗനീമത്ത്. യുദ്ധം മുതൽ നല്ല അന്തസ്സുള്ള ടീമുകളാണ് ഇവന്മാർ. ശത്രുക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപവും പരിഹാരവും കൊടുത്തിട്ട്, അല്ല പിന്നെ ഒരു പ്രവാചകനും കുറെ ജിഹാദികളും കൂടെ ഈ ഹൈവേ റോബറി നടത്തിക്കഴിഞ്ഞാൽ കൊള്ളക്കാര, കൊലപാതകി എന്ന് വിളിച്ച് പരിഹസിക്കാതെ, അയ്യോ പ്രവാചക, മാന്യ പ്രവാചക എന്ന് വിളിക്കാനേ മദ്രസ പൊട്ടന്മാരെ പോലെ തലയ്ക്ക് ഓളമില്ലാത്തവന്മാർ, മീൻസ് മൂളയില്ലാത്തവന്മാരായിരുന്നില്ല ഈ അന്നത്തെ ഖുറൈശികൾ. അവർ മുഹമ്മദിനെ പരിഹസിച്ചു, കളിയാക്കി. കാര്യം എന്താ, ഈ 4 മാസം എന്ന് പറഞ്ഞാൽ അറബി നാട്ടിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ജാഹിലിയ കാലത്ത് പോലുള്ള നിയമമാണ്. യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങൾ. ആ 4 മാസം എത്ര കാട്ടറബിയാണെങ്കിൽ പോലും, എത്ര വൃത്തികെട്ട അറബിയാണെങ്കിൽ പോലും അവർ യുദ്ധം ചെയ്യത്തില്ല, ആരെയും കൊല്ലത്തില്ല, ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കത്തില്ല. എന്ത് കുടിപ്പകം ഉണ്ടെങ്കിൽ പോലും, പരസ്പരം വെട്ടിക്കൊല്ല നടക്കുന്നവരാണെങ്കിൽ പോലും ആ 4 മാസം ജാഹിലിയ കാലത്തെ അറബികൾ പോലും ആ 4 മാസം യുദ്ധം ചെയ്യില്ല. ആ മാസത്തിലാണ് ഇവന്മാർ പോയി മുഹമ്മദിന്റെ എഴുത്തുമായിട്ട് പോയിട്ട് ഈ പാവം കച്ചവടക്കാരെ കൊള്ളയടിച്ച് കൊന്നത്. അപ്പൊ പിന്നെ ആളുകൾ പരിഹസിച്ചില്ലേ, യുദ്ധം വിലക്കപ്പെട്ട മാസത്തിൽ ഇതാ മുഹമ്മദിന്റെ കൂടെയുള്ള ഖുറൈശികൾ, മുഹമ്മദിന്റെ കൂടെയുള്ള ജിഹാദികൾ കുറെ കച്ചവടക്കാരെ കൊന്ന് കൊള്ളയടിച്ചിരിക്കുന്നു. ഇവന്മാരെ കൊള്ളക്കാരാണ്, കൊള്ള സംഘമാണ് മുഹമ്മദ് നടത്തിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അമാനി മൗലവി പറഞ്ഞേക്കാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊള്ള സംഘത്തലവനായിരുന്നു എന്ന് അമാനി മൗലവി കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ നിങ്ങളുടെ നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് നബി പറഞ്ഞു. ഞാനൊരു ലെറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഇവന്മാരോട് പോയി ഇബ്നു ഹദ്രാമിനെ കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് കൈ കഴുകി. അപ്പൊ ഒരു പ്രശ്നം, നല്ല കാശ് വന്നിട്ടുണ്ട്. ഈ കാശിൽ 5-1 കൊള്ളത്തലവനുള്ളതാണ്, അതായത് മുഹമ്മദിനുള്ളതാണ്. ഈ ഇവര് കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന വസ്തുക്കളിൽ 5-1 കൊള്ളത്തലവന്, കൊള്ളസംഘത്തിന്റെ തലവന് വീരപ്പനുള്ളതാണ്. അതായത് മുഹമ്മദാണ് ഇവിടുത്തെ വീരപ്പനുള്ളതാണ്.
അപ്പോൾ ആ കാശ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കൊള്ള ന്യായീകരിക്കണം. അതായത് അന്നത്തെ ഇവന്മാർ ജാഹിലിയ കാലം, അന്ധകാരക്കാലം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത് ന്യായീകരിക്കാൻ പറ്റാത്ത കൊലപാതകമാണ്, കൊള്ളയാണ് ഇവന്മാർ മുഹമ്മദിന്റെ കൂടെയുള്ള കൊള്ളക്കാർ ചെയ്തിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാതെ കൈകഴുകി മാറ്റിയാൽ ഈ കൊണ്ടുവന്ന കൊള്ള മുതല് കൊള്ളസംഘത്തലവനായ മുഹമ്മദിന് കിട്ടില്ല. അപ്പൊ കൊള്ള മുതൽ കിട്ടണം, മുഹമ്മദിന് കയ്യും കഴുകണം. അപ്പൊ മുഹമ്മദിന് ആയത്തിറക്കി. ഇതിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ആരോപണങ്ങൾക്ക് അള്ളാഹു നൽകാൻ മറുപടി, മുഹമ്മദ് നൽകാൻ മറുപടി അല്ല കേട്ടോ. പടി ആർക്ക് കിട്ടി? അള്ളാഹുവിന് കിട്ടി. അള്ളാഹു കൊടുത്ത മറുപടിയാ. മുഹമ്മദ് കൈ കഴുകി, ഞാൻ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് മുഹമ്മദ് കൈ കഴുകിയിട്ട് മുഹമ്മദ് കണ്ണടച്ചിട്ട് ആയത്തിറക്കി. അള്ളാഹു ഇപ്രകാരം പറയുന്നു, എന്ത്? യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്തതൊക്കെ തെറ്റാണ്, പക്ഷെ അത് ജിഹാദാണെങ്കിൽ അത് ന്യായീകരിക്കാവുന്നതാണ്. യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്, എന്നാൽ അള്ളാഹുവിന്റെ മാർഗമായ സത്യമതം സ്വീകരിക്കലിന് ജനങ്ങളെ തടയുക, അള്ളാഹുവിൽ അവിശ്വസിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ സ്ഥാപിതമായ മസ്ജിദുൽ ഹറാമിലേക്ക്, ഏത് ഖുറൈശികളുടെ 360 വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ക്ഷേത്രമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയും ഇവന്മാര് പറയുന്നത്, കഅബ. ആ കബയിലേക്ക് മുസ്ലിങ്ങളാണ് ഇന്നും ഈ പറയുന്ന ഖുറൈശികളെ പോലും കയറ്റാതെ ആ കബയെ അടച്ചു വെച്ചപ്പോൾ ഇസ്ലാമിക മോസ്കാക്കി മാറ്റിയത്. അവരുടെ ക്ഷേത്രം പിടിച്ചെടുത്ത മോസ്കാക്കി മാറ്റിയ ടീമുകളാണ്. എന്നിട്ട് പറയാ ആ ക്ഷേത്രത്തിലേക്ക് ഇവരെ കയറ്റുന്നില്ലെന്ന്. ഇവരെന്തിനാണ് ഈ കണ്ട ബഹുദൈവ മതക്കാരുടെ ക്ഷേത്രത്തിൽ കയറാൻ നടക്കുന്നത്? കബയിൽ ഇവർ കയറേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ സ്ഥാപിതമായ മസ്ജിദുൽ ഹറാമിലേക്ക് സത്യവിശ്വാസികളെ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, നാട്ടുകാരായ ആളുകളെ അവിടെ താമസിക്കാൻ സമ്മതിക്കാതെ ബഹിഷ്കരിക്കുക മുതലായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വമ്പിച്ച തെറ്റാവുന്നു. രണ്ട് തെറ്റുകൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ വമ്പിച്ച തെറ്റിന് ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് സ്വീകരിക്കുന്നത് കേവലവും ന്യായവും പ്രായോഗികവുമാവുന്നു. അതായത് ഖുറൈശികൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, അവരിൽപ്പെട്ട ഏതോ ആ സമൂഹത്തിൽപ്പെട്ട ഏതോ കുറച്ച് കച്ചവടക്കാരെ വഴിയാത്രക്കാരായിട്ട് പോകുമ്പോൾ ഒരു യുദ്ധത്തിന് അന്തസ്സോടുകൂടി നിന്ന് പോരാട്, അത് അന്തസ്സുണ്ട് അതിനകത്ത്. അല്ലാതെ യുദ്ധം വിലക്കപ്പെട്ട മാസത്തില് ഒരു അറബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാത്ത മാസത്തില് കച്ചവട സംഘം യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ മറവില് ഹൈവേ റോബറി നടത്തി കൊള്ളക്കാര് കൊള്ള നടത്തി ആ സമ്പത്തടിച്ചു മാറ്റിയിട്ട് അത് പറയാ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത ജിഹാദാണ്, അതുകൊണ്ട് അതിൽ തെറ്റില്ല. അപ്പൊ രണ്ട് തെറ്റുകൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ വമ്പിച്ച തെറ്റിന് ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് സ്വീകരിക്കുക എന്നുള്ളത്. എന്താണ് ചെറിയ തെറ്റ്? കൊള്ളയും കൊലയും നടത്തിയതാണ് ചെറിയ തെറ്റ്. ഓക്കെ, അതായത് ആ വഴിയാത്രക്കാരെ കൊന്ന് ആ കച്ചവടക്കാരുടെ സമ്പത്ത് അടിച്ചു മാറ്റിയതാണ് മുഹമ്മദിന്റെ ചെറിയ തെറ്റ്. അതൊക്കെ ചെറിയ സ്പാനറാണ്, വലിയ സ്പാനറൊന്നുമല്ല. അതൊക്കെ കുഞ്ഞു തെറ്റുകൾ. അതൊക്കെ വലിയ മഹത്തരമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന തെറ്റാണെങ്കിലും അത് കൊല്ലപ്പെട്ടതും കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് ദിവ്യായ സയ്യറെ പോലെ കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് ശബരിനാഥനെ പോലെ ഒരു കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെ ഒരു കാഫിർ ആയതുകൊണ്ട് ആ തെറ്റിന് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലമുണ്ടെന്ന്. അത് ന്യായവും പ്രായോഗികമെന്ന് മാത്രമല്ല, പ്രസ്തുത കുഴപ്പങ്ങൾ കൊണ്ട് അവർ മതിയാക്കാനും ഭാവമില്ല. ഇസ്ലാമിനെ അംഗീകരിച്ചവരെ കഴിയുമെങ്കിൽ അത് പിന്മടക്കാനുള്ള ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അതിനായി മുസ്ലിങ്ങളുടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കാനാണ് അവരുടെ പരിപാടി. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തുന്ന ഫിത്ന ഗൗരവമുള്ള വളരെ വമ്പിച്ചാണ്. ചിലർ അന്ന് വെച്ചാൽ അവരിൽ ചിലർ കൊലപ്പെടുത്തിയത് കേവലം നിസ്സാര പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ കേവലം നിസ്സാരം. രാത്രി യുദ്ധം വിലക്കപ്പെട്ട കാലത്ത് സഞ്ചാരികൾ വഴിയാത്രക്കാരായിട്ട് പോയ ആളുകളെ കൊന്ന് കൊള്ളയടിച്ച ആ സ്വത്ത് വീതിച്ചെടുത്തതേ അത് നിസ്സാരമായ കാര്യമാണ്. അതിനാണ് എന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് മറ്റേ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോഴല്ലോ രേവതി പറഞ്ഞ പോലെ അവൻ്റെ തലയ്ക്ക് ഞാൻ അടിച്ചു പിടിച്ച് ഇതിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെയായി. ചുരുക്കി പറഞ്ഞ അമാനി മൗലവിയുടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കൊള്ളസംഘം നടത്തിക്കൊണ്ടുപോയ ഒരു കൊള്ളത്തലവനായിരുന്നു മുഹമ്മദ്. നാട്ടുകാരെ കട്ടും ഓട്ടിച്ചും ജീവിച്ചിരുന്ന ഒരു വീരപ്പനായിരുന്നു. വീരപ്പൻ സത്യമംഗലം കാട്ടിലാണെങ്കിൽ മുഹമ്മദ് മക്കയിലായിരുന്നു എന്നുള്ള ഒരൊറ്റ വ്യതിയാനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഈ കൊലപാതകത്തെയാണ് എന്ത് വിളിച്ചത്? ഈ കൊലപാതകത്തെയാണ് ഇവിടെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത്. ആ ജിഹാദിനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്. അല്ലാതെ ഈ ദിവ്യായ സയ്യർ പറഞ്ഞതുപോലെ ത്യാഗമാണോ അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്? ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് ചേച്ചി ഒരു കാര്യം ഞാൻ പറയാട്ടോ, ചേച്ചിയോ അനിയത്തിയോ ആരാണെങ്കിലും സഹോദരി അതാണല്ലോ ഏറ്റവും നല്ലത്. ഇപ്പൊ ചേച്ചിയായാലും അനിയത്തിയാലും കുഴപ്പമില്ല. ഈ പുസ്തകത്തിനകത്തേക്ക് കടന്നാക്കെ ഓക്കെ,
ജിഹാദിനകത്തേക്കൊന്നും കടന്നേക്കരുത് കേട്ടോ. കാര്യം ഇതിനകത്തേക്ക് കടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജിഹാദിനകത്തേക്കൊന്നും കടന്നേക്കരുത്. നല്ലൊരു പദവിയെ കൊള്ളാണ് IAS. ഇനി ഉണ്ടതെന്ന് ജയിലിൽ കിടക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ജിഹാദിനകത്തേക്ക് കടക്കരുത്. ആ പുസ്തകത്തിനകത്തേക്ക് വേണമെന്ന് കടന്നോ, കുഴപ്പമൊന്നുമില്ല. വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള കടക്കുമ്പോൾ സൂക്ഷിച്ച് കടക്കണ സ്ഥലം മാറി പോരുത്. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത്. ഈ ഹൈവേ റോബറിയെ ഇവര് സമരനിരതമായ ജീവിതം എന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്നുള്ളത് യുദ്ധമൊന്നുമില്ലാത്ത കാലത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ കച്ചവടക്കാരെ കൊള്ളയടിച്ച് കൊന്ന് അവരുടെ മുതൽ മോഷ്ടിക്കുന്നതിനെയാണ് ഖുറാനിൽ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മോഷണത്തെയും കൊലപാതകത്തെയും അവർ മുസ്ലിം അല്ല എന്നുള്ളതിന്റെ കാരണം കൊണ്ട് അവരെ കൊന്ന് അവരുടെ മുതൽ മോഷ്ടിക്കുന്നതിനെയാണ് ഖുറാനിൽ ജിഹാദ് എന്ന് പറയുന്നത്. ആ ഖുറാനിലെ കൊള്ളയും കൊള്ളിവെപ്പിനെയും ഇവര് വിളിക്കുന്നത് എന്താ? എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത്. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ജീവിതമാണ് ഈ ജിഹാദ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കൊള്ളയും കൊലപാതകത്തെയും ഹൈവേ റോബറിയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥ. എത്ര മനോഹരമായ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് കൊള്ളയും കൊലപാതകവുമായ ജിഹാദിനെ അതിനെ ആ കൊള്ളയും കൊലപാതകമൊക്കെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ്. അമാനെ മൗലവി പറഞ്ഞതിലേക്ക് അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരു പാവത്തിനെ കൊന്നവന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് പോയതേ നിസ്സാരം. അതൊക്കെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ബഹിർസ്ഫുരണമാണെന്നാണ് നമ്മുടെ ദിവ്യ സയ്യറുടെ ഡയലോഗ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളത്. എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നിരന്തരം പരിശ്രമിക്കുമെങ്കിൽ പോലീസിന് പണി കൂടും. അതുകൊണ്ട് ഇമാതിരി കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ ചേച്ചിയുടെ ആ മുമ്പിലിരിക്കുന്ന മുസ്ലിം കൂട്ടുകാരോട് നിരന്തരമായിട്ട് പരിശ്രമിക്കരുത്. നിങ്ങൾ വേണം ഒരു ദിവസം വെച്ചിട്ട് അങ്ങ് ചെയ്തോ. ഇപ്പം എന്താ പറയുക, നബിദിനം എന്നുള്ളൊരു ദിവസം അതിനായിട്ടങ്ങ് മാറ്റി വെച്ചോ. കൊള്ളക്കാരുടെ ദിവസം നമുക്കങ്ങ് പിടിച്ചെല്ലാവരും വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് വീട്ടിരിക്കണം. ഒരു അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ നിരോധനാജ്ഞയോ ഒക്കെ കളക്ടറല്ലേ അങ്ങ് പ്രഖ്യാപിക്കാമല്ലോ. അന്ന് മുസ്ലിങ്ങൾക്ക് കൊള്ളയടിക്കാനുള്ള ദിവസമാണ്. അവരുടെ ത്യാഗനിർഭരമായ ജിഹാദ് നടത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് ആരും വഴിയാത്ര നടത്തരുത്. പ്രത്യേകിച്ച് കച്ചവട സാധനമായിട്ട് പോകരുത്. ഹൈവേ റോബറിക്ക് മുഹമ്മദും ആളുകൾ നിൽക്കുന്ന ദിവസമാണ് നബിദിനം. അതുകൊണ്ട് അങ്ങനെ ചേർന്ന് പറഞ്ഞിട്ട് നബിദിനത്തെ വേണം അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യൂ. ജിഹാദ് ദിനം, ത്യാഗനിർഭരമായ കൊള്ളക്കാരുടെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഡെസിഗ്നേറ്റ് ചെയ്യൂ. അതായിരിക്കും നല്ലത്. ദിവ്യ സയ്യർ ഇരിക്കുന്ന പദവിക്കെങ്കിലും ഒരു വിലയുണ്ട്, അത് കളയരുത്. ഓക്കെ, പറഞ്ഞ കൂടി പോകണ്ട, ഞാൻ തുടരുന്നില്ല. നമുക്ക് അടുത്തയിലേക്ക് പോകാം. ജിഹാദിന്റെ ഖുറാനിൽ പറയുന്ന അർത്ഥം ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം ഖുറാനിൽ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? വാളുകൊണ്ട് കാഫറുകളെ കൊല്ലുന്നതാണ് ജിഹാദ്. രണ്ടാമത് ഖുറാനത്ത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? വാളുകൊണ്ട് കാഫിറായ ഇബ്നു അൽ ഹദ്രാമിയെ ഒരു യുദ്ധകാലത്തും അല്ലാതെ സമാധാന കാലത്ത് യുദ്ധം വിലക്കപ്പെട്ട കാലത്ത് വഴിയാത്രക്കാരായിട്ട് പോകുന്ന വഴിക്ക്, കച്ചവട യാത്രക്കാരായിട്ട് പോകുന്ന വഴിക്ക് ഒളിച്ച് പതിയിരുന്ന് കൊന്ന സ്വത്ത് തട്ടിയെടുത്തതിനെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇനി 3, ഇത് തന്നെയാണോ ജിഹാദിൻ്റെ അർത്ഥം എന്ന് ഖുറാൻ കൺസിസ്റ്റൻ്റ് ആണോ എന്നറിയണമല്ലോ. അല്ലാതെ വൺസ് ഓഫ് ആണോ ട്വൈസ് ഓഫ് ആണോ എന്നല്ല, കൺസിസ്റ്റൻ്റ് ആണോ എന്നറിയുന്നതിന് 3ാമത്തെ ഖുറാനിലെ ജിഹാദിൻ്റെ ആയത്ത്. ഖുറാനിലെ 9ാമത്തെ സൂറ 81ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയുടെ 81ാമത്തെ ആയത്ത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ടു. തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. ആ തങ്ങളുടെ പറപ്പൂരിന് തർജ്ജമയിൽ തന്നെ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് വെണ്ടക്കാഷത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യുദ്ധത്തിന് പോകാത്തതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്താ? യുദ്ധത്തിന് പോകുന്നതാണ്. ഏത് യുദ്ധം? കാഫറുകളെ കൊല്ലാൻ പോകുന്ന, അല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ യുദ്ധങ്ങളല്ല. കാഫറുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ യുദ്ധം എന്ന് പറയുന്നത്. കാര്യം മുഹമ്മദ് കൃത്യമായിട്ട് ഹദീസുകൾക്കകത്ത് പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ജനങ്ങൾ സമ്മതിക്കുന്നത് വരെ അവരുമായി യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ മതം മാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നവരെ അവനുമായി യുദ്ധം ചെയ്യണം. അതായത് ഈ ദിവ്യ സയ്യർ എന്ന് പറയുന്ന IASകാരി ഗുരുവായൂരപ്പനെയും മഹാവിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്ന ഈ പുള്ളിക്കാരി അവരൊന്നും ദൈവമല്ല, അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് സമ്മതിക്കുന്നത് വരെ ഈ ദിവ്യയുമായിട്ട് യുദ്ധം നടത്തണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധത്തെയാണ് ജിഹാദ് എന്ന് ഖുറാനകത്ത് വിവക്ഷിച്ചിരിക്കുന്നത്. ഞാനല്ല,
ആമിനയുടെ മകൻ മുഹമ്മദാണ് വിവക്ഷിച്ചിരിക്കുന്നത്. ഇത് സെബാസ്റ്റ്യൻ മുനക്കലിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ല. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ, വിളിക്കുന്ന ധനീഷെ വിളിക്കാം, സമയം തരാം. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്കെതിരായ അവരുടെ ഇരത്വത്തിൽ സന്തോഷം പൂണ്ടു. അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പന എന്തായിരുന്നു? പോയി ജിഹാദിന് പോടാ എന്നായിരുന്നു കൽപ്പന. യുദ്ധത്തിന് പോകാനേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? യുദ്ധത്തിന് പോയില്ല. കുറച്ച് തലക്കുവിളിയുള്ളവന്മാർ അന്നും ഉണ്ടായിരുന്നേ. എന്നിട്ട് അവന്മാർക്കെതിരെ ആയത്തിറക്കിയേക്കുക. ഈ ചൂടത്ത് നിങ്ങൾ യുദ്ധത്തിന് തലക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച അറബികൾ അന്നും ഉണ്ടായിരുന്നു. അവന്മാരെ ശപിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഈ കാണുന്നത്. അപ്പം മനസ്സിലായോ? ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവന്മാരുടെ ഒരു ഗുണം അതാ, കൃത്യമായിട്ടല്ല എഴുതി വെക്കും കേട്ടോ. നമ്മുടെ ആരിഫ് വെച്ച് എന്തിനാ എഴുതി വെച്ചതെന്ന് അങ്ങോട്ടങ്ങ് ചോദിച്ചാൽ മതി. ഓക്കെ, ദോസ് ഹു വെർ ബിഹൈൻഡ് ആൻഡ് റിജോയ്സ്, ദ ഹിപ്പോക്രൈറ്റ്സ് വെർ പ്ലീസ്ഡ് സിറ്റിംഗ് ആറ്റ് സ്റ്റേയിങ് ബിഹൈൻഡ് ആൻഡ് നോട്ട് ജോയിൻ ദ ബാറ്റിൽ ഓഫ് തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ പോകാതെ പിന്മാറിയിരുന്നവരോടാ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കുന്നത് അള്ളാഹു. അപ്പോൾ തബൂക്ക് യുദ്ധത്തിന് പോയതിനെയാണ് ജിഹാദ് എന്ന് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ഇതിനെയാണോ ഈ ഹൈവേ റോബറിയെയും ഈ കാഫിറുകളെ കൊല്ലാൻ നടക്കുന്ന, മതം മാറാത്തവരെ കൊല്ലുക എന്നുള്ള ആപ്തവാക്യവുമായിട്ട് നടത്തുന്ന ഈ പറയുന്ന യുദ്ധത്തെയുമാണോ നിരന്തരമായ ത്യാഗ പരിശ്രമം എന്ന് ഇവിടെ ഇരുന്നൊരു കളക്ടർ IAS ഇരുന്ന് വിളിച്ചു കൂവുന്നത്? ഇതുപോലുള്ള ഭീകരപ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, സത്യം പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. ഇതിൻ്റെ അമാനി മൗലവിയുടെ തഫ്സീർ ഇതിൻ്റെ എടുത്താലും നല്ല രസം. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് എടുത്തുതരാം. അമാനി മൗലവിയുടെ തഫ്സീർ, ഇതിൻ്റെ തഫ്സീർ നമുക്ക് നൽകാം. ഈ 9:81 തഫ്സീർ നമുക്ക് വായിക്കാം. സോറി, ഓക്കെ, അമാന മൗലയുടെ തഫ്സീർ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇവിടെ പറയുക, ജഹന്നമിന്റെ നരകത്തിന്റെ അഗ്നി കൂടുതൽ ഉഷ്ണമുള്ളതാണ്. ഉഷ്ണം ശക്തമായിരുന്ന കാലത്ത് തബൂക്കിലേക്കുള്ള യാത്രയുടെ വിഷമങ്ങളും മറ്റും പറഞ്ഞ് റസൂൽ തിരുമേനിക്കെതിൽ പ്രചാരവേല നടത്തുകയും ചില ഉപായങ്ങളുടെ പേരിൽ യാത്രയിൽ നിന്നൊഴിവായി പിന്തി നിൽക്കുകയും ചെയ്ത കപട വിശ്വാസികൾ, അതായത് ഈ ആളെ കൊല്ലാൻ ജിഹാദിന് പോവാത്തവരെയല്ല ഇവർ വിളിക്കുന്ന കപട വിശ്വാസികളെന്ന. അപ്പോൾ ഈ പറയുന്ന ദിവ്യാസയറിന് മുമ്പിൽ പുസ്തക പ്രസാധകരായിട്ട് വന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, ലവന്മാരെ കപട വിശ്വാസിയാണോ ജിഹാദി എന്ന ഒറിജിനൽ വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുക. അല്ലെ ചിലപ്പോൾ ദിവ്യാസയുടെ കഴുത്തിന് മുകളിൽ അയ്യം വയ്ക്കാൻ തല പോലും കാണില്ല. ഓക്കെ, അതാണ് ഇവന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. തങ്ങൾ ഒഴിവായതിൽ ആഹ്ലാദം കൊള്ളുകയാണ്. ഈ ആഹ്ലാദം നൈമിഷികമാണ്. തീരാത്ത വ്യസനവും കഠിനമായ ശിക്ഷയുമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഉഷ്ണത്തിന്റെ കാര്യമാണല്ലോ അവർ പൊക്കിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്ക് അനുഭവിക്കാതിരിക്കുന്ന നഗരാഗ്നിയുടെ ഉഷ്ണം ഇതിനേക്കാൾ എത്ര കഠിനമാണ്. അതായത് ജിഹാദ് എന്ന് പറയുന്ന ഈ യുദ്ധത്തിന് പോകാത്തവരെ ഭീഷണിപ്പെടുത്തുന്ന മുഹമ്മദിന് ഇവിടെ കാണാം. ജിഹാദ് ചെയ്യാത്ത, കാഫറുകളെ കൊല്ലാൻ പോകാത്ത എല്ലാ മുസ്ലിങ്ങളും നരകത്തിൽ കിടന്ന് ചൂടായി ചാകും എന്നാണ് മുഹമ്മദ് ഇവിടെ പഠിപ്പിച്ചു വിടുന്നത്. എത്രത്തോളം ഭീകരമാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥിതി എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിവ്യാസയർക്ക്. അതായത് കാഫറുകളെ കൊല്ലാൻ പോയ തബൂക്ക് യുദ്ധത്തിൽ പോകാത്തവരെ ഭീഷണിപ്പെടുത്തി അത് ജിഹാദാണ്, അത് നിങ്ങൾ ചെയ്യണം, തബൂക്ക് യുദ്ധം ജിഹാദാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചൂട് പേടിച്ചിരിക്കരുത്, ഇതിനേക്കാൾ വലിയ നരകത്തിൽ നിന്നിട്ട് ഞാൻ വറക്കുവടാ, നീ പാവത്തുങ്ങളെ കൊല്ലാൻ പോയില്ലെങ്കിൽ. നിങ്ങൾ അങ്ങനെ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജിഹാദ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുർആനിലെ 49 സൂറ 15 ആയത്ത്, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാവുന്ന സത്യവിശ്വാസികൾ. അതായത് ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് എന്താ ഖുർആനിൽ നിന്ന് മനസ്സിലായേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫിറുകളെ, അവർ വഴിയാത്രക്കാരാണെങ്കിൽ പോലും, അവർ കച്ചവട യാത്ര നടത്തുകയാണെങ്കിൽ പോലും ഒളിച്ചും പതിയും ഇരുന്ന് അവരെ കൊന്ന് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നതാണ് ജിഹാദ്. കാഫിറുകൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുന്നതാണ് ജിഹാദ്. അവരെ വാളുകൊണ്ട് വെട്ടുന്നതാണ് ജിഹാദ്. ഇതെല്ലാമാണ് ഖുർആനകത്ത് കണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ്. അങ്ങനെ ജിഹാദ് ചെയ്യുന്നവർ മാത്രമാകുന്നു സത്യവിശ്വാസികളെന്നാണ് ഖുർആനിലെ 49 സൂറ 15 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അപ്പോൾ ദിവ്യാസയർ
ആ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എഴുത്തുകാരൻ സത്യവിശ്വാസിയാണോ എന്നങ്ങ് ചോദിക്കുക, യഥാർത്ഥ മുസ്ലിം ആണോ എന്ന് ചോദിക്കുക. യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് പിടിച്ചവരെയൊക്കെ അകത്തിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ ജിഹാദികളെ നിങ്ങൾ ആളുകളെ കൊന്നോളൂ, അത് ത്യാഗപരിശ്രമമാണ്, അത് നിരന്തരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണോ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ. പിടിച്ചവരെയൊക്കെ തൂക്കി അകത്തിടാൻ നോക്കുക. അല്ലെങ്കിൽ നാളെ കേരളത്തിനകത്ത് ഇവന്മാർ ജിഹാദ് ഒറിജിനൽ നടത്തുക. കാര്യം അവർ സത്യവിശ്വാസിയാണോ, അവർ ജിഹാദ് നടത്തിയിരിക്കണം, കാഫറുകളെ കൊന്നിരിക്കണം. അല്ലെങ്കിൽ ദിവ്യ മാഡം പതുക്കെ മതം മാറി ദിവ്യയായ സയർന്നോ അല്ലെങ്കിൽ ആയിഷായ സയർന്നോല്ലോ പേര് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ജിഹാദ് നടത്തും. ആർക്കെതിരെ ജിഹാദ് നടത്തുന്നത്? കാഫറുകൾക്കെതിരെ. എന്തുകൊണ്ടാണ് ജിഹാദ് നടത്തുന്നത്? വാളുകൊണ്ട്. എന്താണ് ജിഹാദിൽ ചെയ്യുന്നത്? അവരെ കൊന്ന് അവരുടെ സ്വത്ത് കൊള്ളയടിക്കും. അപ്പം നിങ്ങൾ കൊല്ലപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി ഭയമുണ്ട് കൊല്ലപ്പെടാൻ, അതുകൊണ്ട് ഞങ്ങൾ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലതനുസരിച്ച് ആ പുസ്തകം എഴുതിയവനെ പിടിച്ച് അകത്തിടാൻ ആദ്യം നോക്കുക, അല്ലാതെ ആ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല താങ്കൾ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ തെളിവ്, ഖുർആനിലെ ജിഹാദിന്റെ അർത്ഥം എന്ത്? 66ാമത്തെ സൂറ തഹ്രീമിലെ 9ാമത്തെ ആയത്ത്, ഓ നബി, ഓ സൈനബ എന്നൊക്കെ പറഞ്ഞാൽ ഓ നബി, അല്ലയോ നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും, സത്യനിഷേധിച്ച കാഫറുകളോടും മുനാഫിക്കുകളോടും നീ ജിഹാദ് ചെയ്യുകയും അവരുടെ പരുഷമായി പെരുമാറുകയും ചെയ്യുക. എന്താണ് ഇതിന്റെ അർത്ഥം? എടുക്കാം നമുക്ക് നമ്മുടെ തഫ്സീർ അൽ ജലാലിന്. അല്ലയോ പ്രവാചകരെ, സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് വിത്ത് ദ സോർഡ്, കാഫറുകൾക്കെതിരെ വാളുകൊണ്ട് ജിഹാദ് നടത്തുക. ഇതിനെയാണ് ത്യാഗപരിശ്രമം എന്ന് നമ്മുടെ ദിവ്യായ സൈർ വിളിക്കുന്നത്. ത്യാഗപരിശ്രമം. ഓക്കെ, ഈ വാളുകൊണ്ട് കാഫറുകളെ കൊന്നൊടുക്കുന്ന ഈ ത്യാഗപരിശ്രമത്തെ നിങ്ങൾ എന്ത് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ദിവ്യായ സൈറെ? അടുത്ത തഫ്സീർ ഇതിന്റെ എടുക്കാം, സൂറ തഹ്രീമിന്റെ ഇബ്നു കതീറിന്റെ തഫ്സീർ എടുക്കാം. അതിനകത്ത് എന്താ പറയുന്നത്? ദ കമാൻഡ് ഫോർ ജിഹാദ് അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്. Allah the exalted ordered his messenger to perform jihad against disbelievers and hypocrites. The former, അതായത് കാഫറുകളെ, വിത്ത് വെപ്പൺസ് ആൻഡ് ആർമമെന്റ്സ്. കാഫറുകളോട് ജിഹാദ് നടത്തുന്നത് ആയുധം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട്, വെപ്പൺസ് കൊണ്ടും ആർമമെന്റ്സ് കൊണ്ടാണ് കാഫറുകളോട് ജിഹാദ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദിവ്യ സൈർ, യു ആർ എ കാഫിർ. നിങ്ങളൊരു മുസ്ലിം അല്ലെങ്കിൽ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്ത ആളാണെങ്കിൽ നിങ്ങളൊരു കാഫിറാണ്. നിങ്ങളുടെ കുഞ്ഞൊരു കാഫിറാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു കാഫിറാണ്. നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിലെ ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാം കാഫിറുകളാണ്, മുസ്ലിങ്ങളല്ലാത്തവർ. അവരെയെല്ലാം കൊന്നൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ആ ജിഹാദിനെ നിങ്ങൾ ത്യാഗപരിശ്രമം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ജുറിസ്ഡിക്ഷനിലെ ജനങ്ങളുടെ സ്വത്തും അവരുടെ സമ്പത്തും അവരുടെ ജീവനും നിങ്ങൾ സംരക്ഷിക്കാമെന്നെടുത്ത പ്രതിജ്ഞ ചവറ്റുകൊട്ടയിലിടുകയില്ലേ? രാജിവെച്ചിട്ട് പുറത്തു പോകാൻ നോക്കുക. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അന്തസ്സുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അതാ. ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ട അവകാശമുണ്ട്. പക്ഷേ അത് രാജിവെച്ച് പുറത്തു പോയിട്ട് ഇന്ത്യൻ ന്യായ വ്യവസ്ഥിതിനകത്ത് നിന്ന് ജയിലിൽ കിടന്നുകൊണ്ട് വേണം ചെയ്യേണ്ടി വരും, പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്ന പോലെ. അതല്ലാതെ ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനത്തിലിരുന്ന് കാഫറുകളുടെ ജീവൻ സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് കാഫറുകളെ കൊല്ലുന്ന ജിഹാദിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് മാഡത്തിന് ഇതുവരെ മനസ്സിലാവാത്തതാണെന്ന് തോന്നുന്നു. എന്നെ നമ്മുടെ അമാനി മൗലവിയും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടുത്തു നോക്കിയാൽ കാണാം. ഹേ നബിയെ, അവിശ്വാസികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക, ജിഹാദ് ചെയ്യുക, കാഫറുകളോട് ജിഹാദ് ചെയ്യുക. എൻ്റെ അർത്ഥം എന്താ? അവിശ്വാസികൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാകൊണ്ട്, അതായത് ദിവ്യായ സൈറൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കാഫിറാണല്ലോ. സെബാസ്റ്റ്യൻ മുന്നക്കലും ദിവ്യായ സൈറും എല്ലാം കാഫിറാ. അവരെല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട, നമ്മളല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാ. ഓക്കെ, അവരോടുള്ള സമരം ന്യായങ്ങളും തെളിവുകളും മുഖേന മതിയാവില്ല, വാദപ്രതിവാദമൊന്നും അല്ല, ആർഗ്യുമെന്റ്സ് അല്ല. കാഫിറുകളോടുള്ള സമരം ജിഹാദ് ആർഗ്യുമെന്റ്സ് കൊണ്ടല്ല, ആയുധങ്ങളും സംഘടനകളും ആവശ്യമായി വരും. അതാണ് ജിഹാദ്. കാഫിറുകളോട്, ഒരു മുസ്ലിമിന് ദിവ്യായ സൈറോടുള്ള ജിഹാദ് ആയുധങ്ങളും സംഘടനകളും കൊണ്ടാണ്, അല്ലാതെ വാദപ്രതിവാദം കൊണ്ടല്ല എന്ന് പച്ചക്കെഴുതി വെച്ചിട്ടുള്ള ഈ അമാനി മൗലവിയെയും ഇവന്മാരുടെ പിണിയാളുകളെയും ഇത് പബ്ലിഷ് ചെയ്തിറക്കിയിട്ടുള്ള പബ്ലിഷേഴ്സിനൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിടണ്ട. ഈ ദിവ്യായ സൈറൊക്കെ അവർക്ക് കൊട്ട പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇവരൊക്കെ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന് ഓർത്തു പോവുകയാണ്. അതായത് പിടിച്ചകത്തിടേണ്ടവന്മാരെ പുറത്തു നിർത്തുകയും ഈ കൊള്ളയെയും കൊള്ളിവെപ്പിനെയും കൊലപാതകത്തെയും ത്യാഗപരിശ്രമമായിട്ട് വെള്ളപൂശുകയും ചെയ്യുന്ന ബ്യൂറോക്രാറ്റുകൾ ഇന്ത്യയെ ഭരിക്കുന്നു എന്നുള്ളത്
നാണക്കേടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. അംബേദ്കറൊക്കെ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഹെഡ്, എന്താ പറയുക, ചീഫ് എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലെ പിതാവെന്നൊരു വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ആ അംബേദ്കറൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വള്ളിച്ചൂരലിനടിക്കും ഈ ആളുകളെയൊക്കെ. ഈ ഇന്നത്തെ ഇതുപോലുള്ള ബ്യൂറോക്രാറ്റുകളെ അംബേദ്കറൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അംബേദ്കറോട് തന്നെ ചോദിക്കേണ്ടി വരും. അമ്മാതിരെ പ്രതികരണമായിരിക്കും. കാര്യം അംബേദ്കർ ഈ മുസ്ലിങ്ങളെ അടിത്തറത്തോളം ജിഹാദിനെ വിമർശിച്ചിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. നരേന്ദ്രമോദി പോലും ഇതുപോലെ പറഞ്ഞിട്ടില്ല. അത്ര ശക്തമായിട്ട് ജിഹാദിനെ എതിർത്തൊരു വ്യക്തിയാണ് ബാബ അംബേദ്കർ എന്ന് പറയുന്നത്. ആ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഭരണഘടന അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്ന, അതിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഈ ആളുകളൊക്കെ എങ്ങനെ ചെയ്യണം അദ്ദേഹം കണ്ടാൽ അദ്ദേഹം ശരിക്കും സംഖ്യയായിട്ട് വല്ല ചാണകവെള്ളവും തെളിക്കേണ്ടി വരും ശുദ്ധീകരിക്കാൻ വേണ്ടി. ഓക്കെ, ചാണകം തെളിച്ച് ശുദ്ധിയാവും എന്നുള്ളതൊക്കെ അത് നിരീശ്വരവാദികൾക്ക് ഇടുന്നു, എൻ്റെ വിഷയമല്ല. ഓക്കെ, ഖുറാനിലെ ജിഹാദിൻ്റെ അർത്ഥം എന്താ? ഇവന്മാർ പറയുന്ന പോലെ ഖുറാനകത്ത് സ്വയത്തോടുള്ള ജിഹാദ്, ഇബ്ലീസിനോടുള്ള ജിഹാദ്, കാഫിറുകളോടുള്ള ജിഹാദ്, മുനാഫിക്കുകളോടുള്ള ജിഹാദ്, അങ്ങനെ പല ജിഹാദൊന്നും ഇല്ല. അങ്ങനെ ഏതവന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഫ്രോഡാ. ഖുറാനകത്ത് അങ്ങനെ പല ജിഹാദൊന്നുമില്ല. നാട്ടുകാരെ വെട്ടിക്കൊള്ളുന്ന ജിഹാദ് മാത്രമേ ഖുറാനകത്തുള്ളൂ. അതിൻ്റെ തെളിവ് വേണോ? തെളിവ് തരാം. സഹീഹുൽ ബുഖാരിയിലെ ബുക്ക് നമ്പർ 25 ഹദീത്ത് നമ്പർ 4 ദിവ്യായ സാർ എഴുതിയെടുത്തോളൂ. സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 25 ഹദീത്ത് 4 സഹീഹായ ഹദീത്താണ്. അതായത് ശരീഅത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം 100% അംഗീകരിക്കുകയും അവരുടെ ഭരണഘടനയുടെ ഭാഗമായ ഹദീത്താണിത്. ശരീഅത്തിന്റെ ഭാഗമാണ്. നരേറ്റഡ് ബൈ ആയിഷ നിവേദനം. ദ പ്രോഫറ്റ് സെൻഡ് മൈ ബ്രദർ അബ്ദുൽ റഹിമാൻ വിത്ത് മീ ടു തനീം. എൻ്റെ സഹോദരൻ അബ്ദുൽ റഹിമാനെ എൻ്റെ ഒപ്പം താനീമിലേക്ക് വിട്ടു. ഫോർ ഉംറ ചെയ്യാൻ വേണ്ടി വിട്ടു. ഹി മെയ്ഡ് മീ റൈഡ് ഓൺ എ പാക്ക് സ്ലൈഡ് ഓഫ് എ ക്യാമൽ. ഒരു ഒട്ടകപ്പുറത്ത് എന്നെ അവൻ യാത്ര ചെയ്യിച്ചു. ഉമർ പറഞ്ഞു, ബി റെഡി ടു ട്രാവൽ ഫോർ ഹജ്ജ്. ഹജ്ജിന് പോകാൻ തയ്യാറാകുക. ആസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 2 കൈൻഡ് ഓഫ് ജിഹാദ്. 2 തരം ജിഹാദാണുള്ളത്. അതിൽ ഒരു തരം ജിഹാദ് ഹജ്ജാണ്. അപ്പൊ 2ാം തരം ജിഹാദ് ഏതാ? ഈ വെട്ടിക്കൊല്ലം ഖുറാനകത്ത് പറഞ്ഞ വ്യക്ത 2 ജിഹാദേ സുന്നയുടെ അകത്തുള്ളൂ. അതായത് ശരീഅത്തിനകത്ത് സഹീഹ് ഹദീത്തിനകത്തും ഖുറാനകത്തും പറയുന്ന 2 ജിഹാദേ ഉള്ളൂ. ഒരു ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. 2ാമത്തെ ജിഹാദ് എന്താ? ആളുകളെ വെട്ടിക്കൊല്ലുന്നത്, കാഫറുകളെ കൊന്ന് കൊള്ളയടിക്കുന്നതാണ്. ഹൈവേ റോബറിയാണ്, കൊള്ളസംഘം നടത്തുന്നതാണ് 2ാമത്തെ ജിഹാദ്. അപ്പോൾ ഒരു ജിഹാദ് ഹജ്ജ് ചെയ്യുക, 2ാമത്തെ ജിഹാദ്. 2 തരം ജിഹാദേ ഉള്ളൂ. ദർ ആർ ഓൺലി 2 kinds of ജിഹാദ്. വൺ ഓഫ് ദ 2 kind of ജിഹാദ് ആണ് ഈ പറയുന്ന ഹജ്ജ്. അപ്പൊ ചെയ്യുന്നുണ്ടോ? വിശുദ്ധമല്ലേ ജിഹാദ്? ഹജ്ജ് ചെയ്യുന്ന പോലെ വിശുദ്ധമായൊരു കർമ്മമല്ലേ ജിഹാദ്? ആളുകളെ കൊല്ലുന്നതും ജിഹാദാണ്. അപ്പോൾ ഇതിൽ ഏത് ജിഹാദാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്? 2 തരം ജിഹാദുണ്ട്. ഹജ്ജിനെ ഒരു തരം ജിഹാദായിട്ടാണ് പറയുന്നത്. 2ാമത്തെ തരം ജിഹാദ് നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ. ഖുറാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആളെ കൊല്ലുന്ന ജിഹാദ്. ഈ ആളെ കൊല്ലുന്ന ജിഹാദാണോ ഹജ്ജ് എന്ന് പറയുന്ന ജിഹാദാണോ ഒരു വ്യക്തി ചെയ്യേണ്ടത്? അതിനും ഉത്തരം ഈ പറയുന്ന ഹദീത്തുകൾക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുനാൻ ഇബ്നു മാജ സഹീഹായ ഹദീത്താണ്, അതായത് ശരീഅത്തിന്റെ ഭാഗമാണ്. സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 25 ഹദീത്ത് നമ്പർ 20. ഇറ്റ് വാസ് നരേറ്റഡ് ദാറ്റ് ആയിഷ സെഡ്. ഇതും ആയിഷ പറഞ്ഞ നിവേദനമാണ്. ഐ സെഡ്, ഓ മെസഞ്ചർ ഓഫ് അല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ഈസ് ജിഹാദ് ഒബ്ലിഗേറ്ററി ഫോർ വുമൺ. സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമാണോ? കാര്യം ജിഹാദ് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അപ്പൊ സ്ത്രീകൾക്ക്, അതായത് ജിഹാദ് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. 2 തരം ജിഹാദാണുള്ളത്. ഒന്ന് ഹജ്ജ്, ഒന്ന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന പരിപാടി. അപ്പോൾ ഈ ജിഹാദ് സ്ത്രീകൾക്ക് നിർബന്ധമാണോ? അപ്പോൾ ഹീ സെഡ്, മുഹമ്മദ് എന്ത് പറഞ്ഞു? യെസ്, അപ്പോൺ ദം ഈസ് എ ജിഹാദ്. സ്ത്രീകളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടുള്ള ഒരു ജിഹാദുണ്ട്. ഇൻ വിച്ച് ദർ ഇസ് നോ ഫൈറ്റിംഗ്, അൽ ഹജ്ജ് ആൻഡ് അൽ ഉംറ. സ്ത്രീകൾക്കുള്ള ജിഹാദുണ്ട്. അതാണ് യുദ്ധമൊന്നുമില്ലാത്ത ജിഹാദ്. അത് ഹജ്ജും ഉംറയുമാണ്. അപ്പോൾ 2 തരം ജിഹാദാണ് ഖുറാനും ഹദീത്തും പഠിപ്പിക്കുന്നത്. ഒന്ന് പുരുഷന്മാർക്കുള്ള ജിഹാദ്. അത് ആയുധം ഉപയോഗിച്ചുള്ള ജിഹാദാണ്, വെട്ടിക്കൊലയാണ്, കാഫറുകളെ കൊല്ലുന്ന ഭീകരപ്രവർത്തനം. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഭീകരപ്രവർത്തനം, കൊള്ളസംഘം, എന്തൊക്കെ പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാമോ അത്രയ്ക്ക് വൃത്തികെട്ട ആളുകളെ കൊന്ന് കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ പരിപാടിയാണ് ആ പുരുഷന്മാരുടെ ജിഹാദ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ജിഹാദാണ് ഈ പറയുന്ന ഹജ്ജും ഈ ധ്യാനവും ആത്മീയതയൊക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ള ജിഹാദാണ്, പുരുഷന്മാർക്കുള്ള ജിഹാദല്ല. അപ്പോൾ ജിഹാദ് ചെയ്യാത്ത പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളല്ല, യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ഏത് ഹജ്ജ് ചെയ്യാത്ത പുരുഷന്മാരല്ല, ഈ പുരുഷന്മാർക്കുള്ള ജിഹാദ്. അപ്പോൾ മുമ്പിലിരിക്കുന്ന മുസ്ലിം പുരുഷനാണെങ്കിൽ അവന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫറുകളെ കൊല്ലുക എന്നുള്ളതാണ്. മുമ്പിലിരിക്കുന്ന മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവരുടെ ജിഹാദാണ് ഈ പറയുന്ന
ഹജ്ജ് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന സ്വന്തത്തോടുള്ള ജിഹാദ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്കുള്ള പരിപാടിയാണ്, പുരുഷന്മാർക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നേരിട്ട് ഭീകരാക്രമണം നടത്തിയ ആളുകളെ കൊന്നിട്ടുള്ള എത്ര മുസ്ലിം സ്ത്രീകളുണ്ട്? കേരളത്തിലും ഇന്ത്യയിലൊക്കെ എത്രത്തോളം ഭീകരാക്രമണങ്ങൾ നടന്നു, എത്രത്തോളം മുസ്ലിം തീവ്രവാദി ആക്രമണങ്ങൾ നടന്നു. പെഹൽഗാമിൽ നടന്നു, മുംബൈയിൽ നടന്നു, എവിടെയൊക്കെ ഡൽഹിയിൽ എത്ര പ്രാവശ്യം നടന്നു, എവിടെയൊക്കെ ഭീകരാക്രമണങ്ങൾ, ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം നടത്തിയിട്ടുള്ള ആരാ? മുസ്ലിം പുരുഷന്മാരാ, സ്ത്രീകളല്ല. കാരണം സ്ത്രീകൾക്ക് ജിഹാദുണ്ട്. അത് ഈ ആളുകളെ കൊല്ലുന്ന മുസ്ലിം പുരുഷന്മാർ ആളുകളെ കൊല്ലുന്ന ജിഹാദ് നടത്തുന്ന പോലെയല്ല. സ്ത്രീകൾക്ക് നിർബന്ധമായ ജിഹാദ് ഹജ്ജ്, പുരുഷന്മാർക്ക് നിർബന്ധമായ ജിഹാദ് ആളെ കൊല്ലുന്ന പരിപാടി. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഉഡായിപ്പാണ് ദിവ്യാസേനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ ജിഹാദിനെ കാണിച്ച് പുരുഷന്മാരുടെ ജിഹാദിനെ വിൽക്കുന്ന ഉഡായിപ്പ് പരിപാടിയാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫതഹുൽ മുഈൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഈ ഫതഹുൽ മുഈൻ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ജിഹാദ്, സാമൂഹിക ബാധ്യതകൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ സാമൂഹിക ബാധ്യതകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ജിഹാദിനെ കുറിച്ച് ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിനെ കൃത്യമായിട്ട് പറഞ്ഞ ആയുധമില്ലാത്തവന് ജിഹാദ് ചെയ്യാൻ സാധിക്കില്ല എന്ന്, ആയുധമില്ലാത്തവനും സ്ത്രീകൾക്കും ജിഹാദ് നിർബന്ധമല്ല എന്ന്, ആയുധമില്ലാത്തവൻ എങ്ങനെ ജിഹാദ് നടത്തുമെന്നാണ് ഈ പറയുന്ന ഫതഹുൽ മുഈൻ എഴുതിയ മലയാളി പണ്ഡിതൻ ചോദിക്കുന്നത്. എങ്ങനെ ആയുധമില്ലാത്തവൻ ജിഹാദ് നടത്തും? ആയുധമില്ലാത്തവന് ജിഹാദ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പം ആയുധം കൊണ്ട് നടത്തുന്ന ഒന്നാണ് ജിഹാദ്. അത് സ്വയം വെട്ടിച്ചാവുന്നതോ സ്വയം ഉപവാസം ഇരിക്കുന്നതോ ത്യാഗനിർഭരമായി യാതന അനുഭവിക്കുന്നതോ ഒന്നുമല്ല ജിഹാദ്. കാഫറുകളെ കൊല്ലുന്നതാണ് ജിഹാദ്. പക്ഷെ ദിവ്യായ സയർക്ക് എവിടെന്നോ ജിഹാദ് മാന്യമാണോ നല്ലതാണെന്നൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഖുറാനും ഹദീസുകളൊക്കെ വായിച്ചിട്ട്, ഖുറാൻ മുഴുവൻ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട സകല ഹദീസുകളും ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെ എല്ലാ പ്രമുഖ പ്രാമാണിക ഹദീസുകളും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ജിഹാദ് എന്ന ആളെ കൊല്ലുന്ന ജിഹാദാണെന്നാണ് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും ഇത്രത്തോളം പരസ്യമായിട്ട്, ഇത്രത്തോളം വ്യക്തമായിട്ട്, ഖുറാനാണല്ലോ ഇവിടെ പ്രൈമറി ഗ്രന്ഥം, അതിനകത്തും കൃത്യമായിട്ടല്ല എഴുതി വെച്ചിരിക്കുന്നത് കാഫറുകളെ കൊല്ലുന്ന, വാള് വെച്ച് വെട്ടുന്നതാണ് ജിഹാദ് എന്ന്. ഇതൊന്നും കാണാതെ ഈ പുള്ളിക്കാരിക്ക് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗമാണ്. എന്തോ പുള്ളിക്കാരി പറഞ്ഞേ, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ജിഹാദിന് ചെയ്യാനുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്. അതായത് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും പ്രൈമറി സോഴ്സുകൾക്കകത്തും എല്ലാം പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ജിഹാദ്, ഏറ്റവും മഹത്തരമായ ജിഹാദ്, ഇതിലും വലിയ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? കാഫറുകളെ കൊല്ലുന്നതാണ്. അത് കൊള്ളയടിച്ചാലും കുഴപ്പമില്ല, കൊലപാതകം നടത്തിയാലും കുഴപ്പമില്ല, അങ്ങനെ കാഫറുകളെ കൊല്ലുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്ന ഖുറാൻ ഹദീസിലുള്ളപ്പോൾ ഇതിലൊന്നുമില്ലാത്ത ഏതോ ഒരു സാധനം പുള്ളിക്കാരി പറയുക. ഇത് എവിടെ നിന്ന് കിട്ടി? സാധാരണ ഹദീസുകൾക്കകത്ത്, സഹിഹായ ഹദീസുകൾക്കകത്തൊന്നുമില്ല. ഇതെവിടെ നിന്ന് കിട്ടിയെന്നറിയണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഈ സാധനം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് എവിടെ നിന്നാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
നമ്മുടെ MM അക്ബർ സാഹിബിൻ്റെ ഇത് ഇപ്പം തീരുവാട്ടോ, ലാസ്റ്റ് സ്ലൈഡാണ്, ഇതുകൊണ്ട് കഴിഞ്ഞു. അതിനുശേഷം ആളുകൾക്ക് വിളിക്കാനുള്ള അവസരം തരാം. MM അക്ബർ സാഹിബിൻ്റെ ഒരു സംഭവമുണ്ട്, സ്നേഹ സംവാദം വെബ്സിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹസംവാദം.org എന്ന് കൊടുത്താൽ മതി. അതിനകത്ത് ഈ ജിഹാദിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 5/1/2019 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. MM അക്ബറിൻ്റെ സ്നേഹസംവാദം, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്നേഹസംവാദം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് മാഗസിൻ്റെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പ്രധാനപ്പെട്ട ജിഹാദ്? ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള സോഴ്സ്, അതായത് എത്രത്തോളം സോഴ്സുകൾ, ഞാനിവിടെ 6-7 തെളിവുകൾ ഖുറാനകത്ത് നിന്ന് എടുത്തു, 2 ഹദീസുകൾക്ക് നടത്തും എന്താണ് യഥാർത്ഥ ജിഹാദ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവർ പറഞ്ഞ സംഭവം ഇതിനകത്ത് ഏതാണ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. സ്വന്തം ഇച്ഛകൾക്കും തൃഷ്ണകൾക്കും എതിരായുള്ള പോരാട്ടമാണ് അടർക്കളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ മഹത്തരമെന്ന് സ്ഥാപിക്കാനായി നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവ വിവരണം അടിസ്ഥാനരഹിതമാണെന്നും നിവേദന പരമ്പര ദുർബലമാണെന്നും ഹദീത്ത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ സംഭവം കേട്ടോ, അനുചരന്മാർ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നല്ലൊരു വരവാണ് നിങ്ങൾ വന്നത്, ചെറിയൊരു ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് സ്വന്തം ഇച്ഛകൾക്കെതിരെ ദൈവദാസന്മാർ നടത്തുന്ന പോരാട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പ്രവാചകൻ പറഞ്ഞതായി ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം ചെയ്തതായി തരീഖുൽ ബാഗ്ദാദിയിൽ രേഖപ്പെടുത്തിയ ഹദീത്താണിത്. ഈ പദങ്ങൾ യഥാർത്ഥത്തിൽ താബിയായ ഇബ്രാഹിം ഇബ്നു അബ്ഹലിൻ്റെയാണെന്ന് പ്രമുഖ ഹദീത്ത് നിദാന ശാസ്ത്രജ്ഞനായ അന്നസായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹദീത്ത് വ്യാഖ്യാതാക്കളിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തൻ്റെ ജാമി ഉസ്ഗീറിലും ഇമാം ദഹബി തൻ്റെ അൽ മീസാനിലും ഇമാം ഇബ്നു തൈമിയ തൻ്റെ അൽ ഫുർഖാനു ബൈനൽ ഔലിയ ഉർ റഹ്മാനി വ ഔലിയ ഉഷ് ഷൈത്വാനിലും ഈ ഹദീത്ത് ദുർബലമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിം പണ്ഡിതന്മാർ ഒന്നടങ്കം വെറും പച്ചക്കള്ളമാണ്, മുഹമ്മദിന്റെ ഒന്നുമല്ല, നാട്ടുകാർ ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഹദീത്ത്, ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല, സഹീഹായ ഹദീത്തുകൾക്കകത്ത് പറഞ്ഞിരിക്കുന്നതല്ല, നമ്മൾക്ക് ഈ സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന സഹീഹ് ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ ജാമി തിർമിദിയിലോ ഇബ്നു മാജയിലോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഏതോ ഒരു ഇറാഖിനകം ഉണ്ടായ തരീഖുൽ ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഏതോ ഒരുത്തം പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾ പോലും നുണയാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും എടുത്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ജിഹാദിനെ ന്യായീകരിക്കുന്നത്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഖുറാനാണല്ലോ ഇസ്ലാമിക പ്രാമാണികമായ പ്രൈമറി സോഴ്സ്, അത് റെഡിലി അവൈലബിൾ ആ കേരളത്തിൽ. റെഡിലി അവൈലബിൾ ആയ ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്ന ജിഹാദ് അവർ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഹദീത്തുകൾ ഇന്നത്തെ കാലത്ത് റെഡിലി അവൈലബിൾ ആണ്, സഹിഹായ സകല ഹദീത്തുകളും, അതും അവർ കണ്ടിട്ടില്ല. ഏതോ ഇറാഖി എഴുതിയുണ്ടാക്കിയ കള്ളത്തരമാണെന്ന് മുസ്ലിം പണ്ഡിതന്മാരെല്ലാം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള താരീഖ് ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ജിഹാദിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു കള്ളക്കഥ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ജിഹാദിനെ ന്യായീകരിക്കുകയാണ് ഒരു IAS കാരി. സത്യം പറ, നിങ്ങൾക്ക് എങ്ങനെ IAS കിട്ടിയത്? അതോ ഇപ്പൊ ഈ പറയുന്ന പരിപാടി ആരെങ്കിലും എഴുതി തന്നിട്ട് നോക്കി വായിച്ചതാണോ? അതോ ഇതുവല്ല ഈ മനോരമയിലൊക്കെ വാർത്ത പോലെ പരസ്യം കൊടുക്കുമല്ലോ, താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ അഡ്വർടൈസ്മെന്റ് എന്ന് അല്ലെങ്കിൽ ADV എന്നിട്ടൊരു കുത്തിട്ടുണ്ടാവും താഴെ കുഞ്ഞക്ഷരത്തിൽ, പെട്ടെന്ന് നോക്കണം വാർത്തയാന്ന് വിചാരിക്കും, ശരിക്കും അത് പരസ്യമാണ്. അതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ? പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന പരിപാടി വല്ലതാണോ? പ്രിയ ദിവ്യ മാഡം, ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു വ്യക്തിപരമായ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ പോട്ടെന്ന് വെക്കാം. നിങ്ങളുടെ പദവിക്കൊരു വിലയുണ്ട്. ആ വില കളഞ്ഞിട്ട് ഇമ്മാതിരെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നതിനകത്ത് ഒരു അടിസ്ഥാനമില്ല. ഇതെനിക്ക് നേരത്തെ പറഞ്ഞൊന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഇലക്ഷന് നിൽക്കുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പറയാമെന്ന് വെച്ചു. ഇപ്പം ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നല്ലോ, ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ വോട്ടൊന്നും കുറയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് നല്ല മനസ്സറിഞ്ഞങ്ങ് തന്നത്. ദൈവത്തെ ഓർത്ത് പഠിക്കാതെ അറിയാതെ ആരിഫ് ഹുസൈനെ, ദിവ്യയെ ദയവ് ചെയ്ത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ നിൽക്കരുത്. അറിയാത്ത കാര്യങ്ങളെ അറിവില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ പറയാൻ ശീലിക്കുക. ദയവ് ചെയ്ത് ഈ ജിഹാദികളെ അകത്തിടാനുള്ള പണി നോക്കുക, അല്ലാതെ ഈ ജിഹാദിനെ കൊല വിളിക്കുന്ന ജിഹാദിനെ ത്യാഗപരിശ്രമമൊന്നും നിരന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ദിവ്യ മാഡം നിൽക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടെ സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു
കോള് വായിച്ചിട്ട് നിർത്തുവാണ്. സൗദി ഗ്രാൻഡ് മുഫ്തി ടെൽസ് യങ് സൗദീസ് നോട്ട് ടു ഹീഡ് കോൾ ടു ജിഹാദ്. സൗദി ഗ്രാൻഡ് മുഫ്തിയോട് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമക്കളെ ജിഹാദ് ചെയ്യാൻ പോകരുതെന്ന്. ദിവ്യേസർ പറഞ്ഞ് ജിഹാദ് നല്ലതാണ്, മക്കളെ ജിഹാദ് ചെയ്തോളാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാനുള്ള അവസരം ഇപ്പോഴാണ്. നേരത്തെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാനുള്ള സമയവും അവസരം ഇതാണ്. നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസ് ഡിസ്കഷൻ പാർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലബ് ഹൗസിലേക്ക് കിടക്കാം നമുക്ക്.